പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആവർത്തനത്തിൽ മടുത്തുപോകുന്ന ഈ കൊലപാതക ചർച്ചകളിൽ എന്തു പറയണം? ആവർത്തന ചോദ്യങ്ങളല്ലാതെ പുതിയതായി എന്ത് ചോദിക്കണമെന്ന് സത്യമായും അറിയില്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ മനുഷ്യച്ചോരയുടെ ചൂരുനാർ ഇന്നലത്തെ ആ മുടിഞ്ഞ രാത്രിയിൽ ആ വാർത്ത ആദ്യം കേരളത്തെ അറിയിക്കുന്നത് 24 ആണ്. യുവാവ് സഹോദരനെ കൊലപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടേഴ്സ് ബ്രേക്കിംഗ് ഗ്രൂപ്പിലേക്ക് ഷഫീദ് റാവുത്തർ ഇടുന്ന ആദ്യ വാർത്ത. അമ്മയും അച്ഛനെയും പോലും കഴുത്തറക്കാൻ കൈവറക്കാത്ത തലച്ചോറിൽ കോശങ്ങൾക്ക് പകരം ക്രോധം മയക്കുമരുന്നിൽ നിറച്ച അന്ധക മക്കളെ നിത്യേനെന്നോണം കാണുന്ന മരവിപ്പിൽ ആ വാർത്ത കണ്ടപ്പോൾ ഞെട്ടലുണ്ടായില്ല, സത്യമാണ്. പക്ഷേ ചോരയും മാംസവും ചിതറിച്ച ആ വാർത്താവികാസത്തിൽ നമ്മൾ കാണുകയാണ് 6 മണിക്കൂറിൽ 24 കിലോമീറ്റർ ചുറ്റളവിൽ 3 വീടുകളിലായി 5 മനുഷ്യരെ അടിച്ചടിച്ച് കൊന്നൊടുക്കിയ ഒരു ഫ്രീ ഫയർ ഗെയിം കണക്കെ ഒരുത്തന്റെ പൈശാചിക പാതകയാത്ര. അല്ലെങ്കിൽ തന്നെ അർബുദ പടർച്ചയിൽ റേഡിയേഷൻ ചികിത്സയിൽ ആകെ ദുർബലപ്പെട്ട അമ്മയെ ഷാളിൽ കറക്കി താഴെ തറയിലടിച്ച് തുടങ്ങിയതാണ് ആ കൊലവറി. കൊലച്ചോറ് പോലെ വാങ്ങിയ കുഴിമന്തിക്ക് പിന്നെ ചിരിക്കാൻ മാത്രം അറിയുന്ന ഒരു തുടുത്ത കവിൾ 13-കാരൻ കൂടപ്പിറപ്പ്, ഇഷ്ടപ്പെട്ട് കൂടെ കൂടിയ ഒരു പാവം പെൺകുട്ടി, വല്യച്ഛൻ, വയോധിക. ഒരു പകൽപ്പാതി അത്രയും അവൻ കൊന്നൊടുക്കിയത് കൂടത്തിന് നെടുന്നെറ്റിക്കടിച്ചാണ്. ആ ചിതറിയ തലയോട്ടികൾ പറയുന്നുണ്ട് ബ്രൂട്ടാലിറ്റിയുടെ പരമാവധി. ഇഷ്ടഭക്ഷണം പാഴ്സലാ വാങ്ങി കൊതിയോടെ വീട്ടിലെത്തി അത് കഴിക്കും മുന്നേ അനിയന്റെ നേർക്ക് എങ്ങനെ നിന്റെ കൈ പൊങ്ങിയടാ മുടിഞ്ഞവനെ എന്നൊക്കെ ചോദ്യങ്ങൾ തൊണ്ടയിൽ തടയുന്നെങ്കിലും നെഞ്ചിലൊരു ഞെട്ടലല്ല, നിസ്സംഗമാണ്, മരവിച്ചിരിപ്പാണ് മനസാക്ഷി. അശനിവാദം പിടിച്ച ഈ പുതിയ വർഷം 24 പൂർത്തിയാക്കി 25 പുലർന്നെ ആ പാതിരാവിൽ തുടങ്ങി 2 മാസം കഷ്ടിച്ച് പൂർത്തിയാകുമ്പോൾ കണ്ട അരുംകൊലകൾ മലവെള്ളം പോലെ കുത്തിപ്പാഞ്ഞ മനുഷ്യരക്തത്തിന്റെ കണക്കെടുത്താൽ തലച്ചോറ് പെരുക്കുന്ന പെരുക്കപ്പെട്ടുകയാണ്. മക്കളെന്ന പേരിൽ പെറ്റവയറിന്റെ കൊലവള്ളി അറക്കുന്ന അസുരവിത്തുകൾ, പിഞ്ചുകുഞ്ഞിനേട് താഴത്തിലെറിയുന്ന രക്തബന്ധുക്കൾ, കൂട്ടുകാരന്റെ മുഖം കക്കൂസിൽ മുക്കി കൊലക്ക് കൊടുക്കുന്ന സഹപാഠികൾ, പുക്കളിൽ കോമ്പസിട്ട് കുത്തിക്കറക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾ. കണ്ടു മടുത്തു, ഇനി വയ്യ. നമ്പർ 1 കേരളം എന്ന വ്യാജത്തിൽ കൈമലർത്തി പിത്തം പിടിച്ചിരിക്കാതെ ഇനിയെങ്കിലും ഇച്ഛാശക്തി കാണിക്കണം സർക്കാർ. ആ സർക്കാരും സംഘടനകളും ക്ഷേത്ര മഹല്ല് പള്ളിക്കമ്മിറ്റികളും മനുഷ്യത്വം ചോരാത്ത മനുഷ്യരും ചേർന്ന് ഈ മുടിഞ്ഞ കാലത്തോട് അവസാനത്തെ യുദ്ധം പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ കാത്തിരിക്കണം. കേരളം സൈക്കോകൾ മരണം നൃത്തമാടുന്ന നാശകാലം, ചാവുദിനങ്ങൾ. 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ലഹരിയിൽ ലക്കുകെട്ട് കുറച്ചുകൂടി മൂത്താൽ അമ്മയ്ക്ക് നേരെ, പിന്നെയും മൂത്താൽ കത്തിയെടുക്കുന്ന പരമ്പര ചെറുക്കാവതല്ലെങ്കിൽ പുറത്തിറങ്ങാൻ ഭയകാലമെങ്കിൽ നമ്മൾ ഈ പറയുന്ന വളർച്ചാ സൂചിക, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കെട്ടിപ്പൊക്കുന്ന വികസനത്തിന്റെ സപ്രപഞ്ചക്കെട്ടിൽ ആർക്കു വേണ്ടിയാണ് സാറേ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ ജോർജ് ജോസഫ്, ഡോക്ടർ ജിൻഡോ ജോൺ അഡ്വക്കേറ്റ്, ബി എൻ ഹസ്കർ, ശ്രീ ജലീൽ അഫാന്റെ ബന്ധുവാണ്, ശ്രീ എം കെ ഹരിദാസ്, ശ്രീ പി എൻ സന്ദീപ്, ക്രിമിനോളജിസ്റ്റ് എന്നിവർ ചർച്ചയിൽ. ശ്രീ ജോർജ് ജോസഫിലേക്ക് ആദ്യം പോവുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, നമ്മൾ ഈ 2025 പുലർന്നത് മുതൽ ഈ 2 മാസക്കാലം ഞാനും ശ്രീ ജോർജ് ജോസഫും ഏറ്റവും ചുരുങ്ങിയത് ഒരു 12 ചർച്ചയിലെങ്കിലും ഇരുന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ഇത്തരത്തിൽ കൊലപാതക പരമ്പര, ഇത്തരത്തിൽ നട്ടല് മരവിച്ചു പോകുന്ന ക്രൂരകൃത്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരുന്നതാണ്. അത് ഏറ്റവും ഒടുവിൽ കാണുന്നത് ഒരു ദിവസം രാവിലെ 10:00 തുടങ്ങി വൈകുന്നേരം 4:30 വരെ കൊണ്ട് 5 പേരെ കൊന്നൊടുക്കി. അതിനുശേഷം വീട്ടിലേക്ക് വന്ന് കുളിച്ച് വൃത്തിയായി പെർഫ്യൂം അടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ 6 പേരെ കൊന്നു സാറേ എന്ന് ചിരിച്ചു നിന്നൊരുത്തനെ പറ്റിയാണ്. എന്തൊരവസ്ഥയാണ് ശ്രീ ജോർജ് ജോസഫ്? ഇല്ല, നമ്മൾ വിറങ്ങലിച്ചു പോയി ഈ കേസ് റിപ്പോർട്ട് ചെയ്യപ്പോൾ രാത്രിയിൽ. കാരണം കേരളത്തിലെ ഇതുവരെ ഈ രീതിയിലൊരു നിഷ്ഠൂരമായ ക്രൂരമായ കൊലപാതകം നമ്മൾ കണ്ടില്ല. ഒരാൾ 10:30 മണി മുതൽ അങ്ങ് കൊലപാതകം തുടങ്ങുകയാണ്. ഒരാളുടെ വീട്ടിൽ തന്നെ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. 3 വീടുകളിലാണ് ചെയ്ത് കൂട്ടുന്നത്. അതെത്ര വികലമായ മനസ്സെന്ന് മനസ്സിലാകുന്നില്ല. നമുക്കിത് വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിനകത്ത് ഞാൻ മൾട്ടിപ്പിളായ മോട്ടീവ് ഉണ്ടെന്നാണ് പറയുന്നത്. പോലീസ് ഇതിൻ്റെ മോട്ടീവ് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. കാരണം സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിലാണ് ഈ കേസ് ബിൽഡ് ചെയ്ത് പോകേണ്ടത്. അപ്പം മോട്ടീവ് കൃത്യമായിട്ട് കണ്ടെത്തിയേ പറ്റുള്ളൂ. പക്ഷേ മോട്ടീവ് 3 സ്ഥലത്ത് 3 രീതിയിലുള്ള മോട്ടീവായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. അത് വല്യുമ്മയെ കൊന്നത് അവരുടെ അടുത്ത് നേരത്തെ ഒരു സ്വർണം ചോദിച്ചു, റിങ് അവരെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. പിന്നെ അവരുടെ മാല ചോദിച്ചു, കൊടുത്തില്ല. അതൊരു വൈരാഗ്യം, ഇവന് പണം വേണം. അതോടൊപ്പം തന്നെ ആ പെൺകുട്ടിയെ ആ വീട്ടുകാർ സ്വീകരിക്കത്തില്ല എന്ന് അവനറിയാം. അതുകൊണ്ട് വല്യമ്മയുടെ വീട്ടിൽ കൊണ്ട് നിർത്തട്ടെ എന്ന് ചോദിച്ചപ്പം വല്യമ്മ അതിനും എതിർത്തു. അപ്പോൾ 2 കാര്യം: വല്യമ്മയോട് വൈരാഗ്യം, ഈ പണം തരാത്തല്ല ഗോൾഡ് തരാത്തതിന്, പെൺകുട്ടിയെ നിർത്താത്തതിന് ഒരു വൈരാഗ്യം. ആ വല്യമ്മയെ കൊന്നിട്ട് തിരിച്ച് അവരുടെ ഗോൾഡ് എടുത്താണ് വരുന്നത്. തിരിച്ചു വരുന്ന വഴിക്ക് ആ ലത്തീഫ് എന്ന് പറഞ്ഞ പിതാവിൻ്റെ സഹോദരൻ വിളിച്ചിരിക്കുന്നു. ഇവന് സംശയമായി, തന്നെ വിളിച്ചത് ഈ കൊലപാതകം അറിഞ്ഞോ? അതൊരു വലിയ സംശയമായിക്കപ്പം മനസ്സ് മാറി.
അങ്ങനെയാണ് പോയി വെഞ്ഞാറമൂട്ടിൽ നിന്ന് ചുറ്റിക വാങ്ങിച്ചിട്ട് നേരെ അവിടെ പോയി അയാൾ സെറ്റിയിലിരുന്നാണ് ഇരിക്കുന്ന രീതിയിലാണ് മരണപ്പെട്ട് കിടക്കുന്നത്. അയാളുടെ വൈഫ് ലത്തീഫിൻ്റെ ഭാര്യ അടുക്കളയിൽ മരിച്ച് കിടക്കുകയാണ്. ചായ ഉണ്ടാക്കിയതിൻ്റെ ലക്ഷണം ഉണ്ട് എന്ന് പറയുന്നു. അയാളുള്ള വൈരാഗ്യം ഈ 75 ലക്ഷം രൂപ കടം വന്നപ്പം അത് വീടിൻ്റെ പൊതു സ്വത്ത് വിറ്റിട്ട് കടം വീട്ടണമെന്ന് അഭ്യർത്ഥിച്ചിട്ട് അയാൾ വഴങ്ങില്ല. ഇതൊക്കെ നമ്മുടെ അസംഷൻസ് ആണ്. ഇപ്പൊ കൊലപാതകമെങ്കിൽ ഇപ്പൊ നമ്മൾ കൊല കേരളത്തിൽ ആദ്യമായി കാണുന്നൊന്നുമല്ല. ഞാൻ പറഞ്ഞ കൊല കേരളത്തിൽ ആദ്യമായി നമ്മൾ കാണുന്നതല്ല. നമ്മൾ ഈ കാലയളവിൽ ഒരുപാട് കൊലപാതകങ്ങൾ കാണുന്നു. ഇത് നോക്കൂ, ഇത് അവന്റെ എന്താണ് കാമുകിയെ അല്ലെങ്കിൽ പെൺസുഹൃത്തിനെ കൊന്നു. അതിന് കാരണമായി അവൻ ചോദിക്കുമ്പോൾ പറയുന്നത് ഇത് കഴിഞ്ഞ് അവൻ എലിവശം കഴിക്കാണല്ലോ, അപ്പോൾ അവൻ മരിച്ചു പോകുമല്ലോ, മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഒറ്റയ്ക്കായി പോകുമല്ലോ എന്ന് വിചാരിച്ച് കൊന്നു എന്നാണ് അവൻ്റെ മൊഴി. ശ്രീ ജോർജ് ജോസഫ് അങ്ങ് ആ ചിത്രം കണ്ടതായിരിക്കുമല്ലോ. ആ ചിത്രം നമുക്ക് പ്രേക്ഷകരെ ആരെയും കാണിക്കാൻ കഴിയില്ല. ആ പെൺകുട്ടിയുടെ ഈ നെറുകം നെറ്റിയിൽ ഒരു വലിയ ദ്വാരമാണ്. ഒന്നല്ല, ഒരു 10-20 അടിയെങ്കിലും അടിക്കാതെ ആ ദ്വാരം ഉണ്ടാവില്ല. അപ്പോൾ എന്തിനാണ് അത്രയും ബ്രൂട്ടലായ കൊലപാതകം? ഈ പറഞ്ഞ വല്യച്ഛൻ്റെ മുഖത്ത് 20 അടിയാണ്, 20 അടി കച്ചറ മുച്ചറ അടിച്ച് കൊല്ലുകയാണ്. എന്തിനാണ് അത്രയും ബ്രൂട്ടലായ കൊലപാതകം ജോർജ് ജോസഫ്? ആഷ്മി, ഞാൻ അതിലോട്ടാണ് വന്നത്. കാരണം അത് നിൽക്കട്ടെ, മൂന്നാമത് ഇയാളുടെ അഫക്ഷനേറ്റായ ഇയാളുടെ ഇളയ സഹോദരൻ സോഷ്യൽ മീഡിയയിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആ സഹോദരനെ അവൻ്റെ ഒരു കണ്ണില്ല എന്ന് വിചാരിച്ചോണം അടി കൊണ്ട്. അതേസമയത്ത് ആ പെൺകുട്ടിയുടെ മുഖം വികൃതമാക്കത്തക്ക രീതിയിൽ അടിച്ചിട്ടുണ്ട്. വേറൊരു വെപ്പം കാണുമെന്ന് ഞാൻ ഇന്നലെ മുതൽ പറയുന്നുണ്ട്. കാരണം ആ പെൺകുട്ടിയുടെ നെറ്റിയിൽ ആഴത്തിലുള്ളൊരു മുറിവ് ചുറ്റിയേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ വരുന്നതിൻ്റെ കാരണം, നമ്മളിപ്പം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലോ തിരുവനന്തപുരം റൂറൽ അപ്പനെ കഴുത്തറക്കുന്ന ഒരു പയ്യനെ കണ്ടല്ലോ. അതെന്തായിരുന്നു? അത് അവന് എറണാകുളത്തും ചൈനയിലൊക്കെ പോയി പഠിച്ച ചില ആഭിചാരക്രിയയുടെ ഭാഗമായിരുന്നു. ഈ ഡ്രഗ്സ് അടിക്കുന്നവർ കംപ്ലീറ്റ് ഈ രീതിയിലുള്ള വിശ്വാസം പുലർത്തുന്നുണ്ടോ സംശയമുണ്ട്. അതുകൊണ്ട് പോലീസും ഇതിൻ്റെ സൈക്കാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റും വളരെ ഡീപ്പായിട്ട് ഇത് പഠിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൾട്ടിപ്പിൾ മോട്ടീവ് എന്ന് പറഞ്ഞത് മനഃപൂർവ്വം പറഞ്ഞതാണ്. ഉമ്മയെ കൊന്നതിൻ്റെ പ്രത്യേക കാരണം, ഫാദറിൻ്റെ അനിയനെ കൊന്നതിന് വേറൊരു കാരണം, സ്വന്തം അനിയനെയും താൻ സ്നേഹിച്ച പെൺകുട്ടിയെയും കൊന്നത് അത് വേറെ കാരണം. അത് അഫക്ഷനാണ്. അതേസമയത്ത് ഇവൻ എന്തുകൊണ്ട് മരിച്ചില്ല? ഇവൻ വിഷം കഴിച്ചെന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള വിഷം കഴിച്ചിട്ടില്ല. എല്ലാവരെയും കൊല്ലാൻ അവന് നല്ല നിശ്ചയവും ആ കാര്യം എങ്ങനെയാണെന്ന് നല്ലതായിട്ട് അവൻ പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ സ്വയം ബലിയാടാകാത്ത എന്ത് ചെയ്തില്ലല്ലോ. അതേസമയത്ത് അവൻ്റെ ഉമ്മ ആശുപത്രി കിടന്ന് പറഞ്ഞത് അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാൻ കഴിയില്ല. കാരണം അവർ കട്ടിലേന്ന് വീണിട്ടാണ് അവർക്ക് ഈ ഇഞ്ചുറി ഉണ്ടായെന്നാണ് അവരിപ്പം പറയുന്നത്. ബാക്കി എന്നിട്ട് ചോദിച്ചു അവരുടെ ബ്രദർ അവരെ കാണാൻ കയറിയപ്പം ഇളയ മോൻ എങ്ങനെയുണ്ടെന്ന്, അവൻ എന്ത് ചെയ്യുന്നു, അവൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത്രയും അവർക്ക് അറിയത്തില്ല. കൂടുതലൊന്നും അവർക്ക് കൊടുക്കാൻ ഒക്കില്ല. പോലീസിനൊന്നും സംഭാവന ചെയ്യാൻ അവർക്ക് കഴിയുന്ന, അവർ സ്വബോധത്തോടെ എന്ത് കാര്യം പറഞ്ഞാലും പോലീസിന് ഈ കേസിലേക്ക് ഒന്നും സഞ്ചരിക്കാൻ കഴിയില്ല. പിന്നെ എന്തുകൊണ്ട് ഇയാളുടെ ഈ വികലമായ 3 രീതിയിലുള്ള മനസ്സ് വന്നു? അത് ഏത് ടൈപ്പ് ഡ്രഗ്സാണ് ഇവൻ കഴിക്കുന്നത്? അങ്ങനെ ഡ്രഗ്സ് കൊടുക്കുന്നത് ആരാണ്? അവരെ കണ്ടെത്തിയേ ഒക്കുള്ളൂ. കാരണം അത് അവനെ കൂടെ ഈ കൊലക്കേസിനകത്ത് പ്രതിയാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ ഡ്രഗ്സ് കൊടുക്കുന്നവന്മാർ ഒരു പ്രത്യേക ഗണത്തിൽപ്പെടുന്ന ആൾക്കാരാണ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതാണ് ഈ കൊലപാതകത്തിലേക്ക് പോകുന്നത്. അത് ഏത് ഡ്രഗ്സാണ്? അവർ അന്ധവിശ്വാസികളാണ്. അവർ ആഭിചാരക്രിയയിൽ ഈ ഡ്രഗ്സ് കൊടുക്കുന്നവൻ അവനും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവും. ഇതൊക്കെ അവരുടെ മനസ്സിനകത്തുള്ള ചിന്തകളാണ്. അതുകൊണ്ട് ഈ കുട്ടിയുടെ ചിന്ത മൾട്ടിപ്പിൾ ആണ്, ആ മോട്ടീവ്. അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. ഞാൻ അങ്ങനെ ഇപ്പോൾ നമുക്ക് മോട്ടീവ് എന്താണെന്ന് വ്യക്തമല്ല. നമുക്ക് ഈ പറയുന്ന ഇവന് വലിയ കടമുണ്ടെന്ന് പറയുന്നത് അതിൽ പൂർണ്ണമായി നമുക്ക് വ്യക്തതയില്ല. അതല്ലാതെ പെൺകുട്ടിയോടുള്ള ഇഷ്ടം വീട്ടുകാരെയും വല്യച്ഛനത് എതിർത്തു, അതുകൊണ്ടാണ് നമുക്ക് മോട്ടീവ് ഇപ്പോഴും കൃത്യമായി വ്യക്തമല്ല. ഞാൻ അങ്ങനെ എത്താം. ശ്രീ സന്ദീപ്, ഇവിടെ മോട്ടീവ് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. നോക്കൂ, ഇവിടെ ഇവൻ രാവിലെ മുതൽ കൊലപാതകം തുടങ്ങുകയാണ്. 10:00-നും 10:45-നും ഇടയിൽ ആദ്യ കൊലപാതകം. അതിനുശേഷം ഒരു 3/4 മണിക്കൂർ യാത്ര ചെയ്തെടുത്ത് പോയി അടുത്ത കൊലപാതകം. അതിനുശേഷം തിരികെ വീട്ടിലൊന്ന് വരുന്നു. അതിനുശേഷം വീണ്ടും അരമണിക്കൂർ പോകേണ്ട സ്ഥലത്ത് പോയൊരു കൊലപാതകം. അമ്മ വയ്യാതെ അവൻ കരുതി അമ്മ മരിച്ചു എന്നാണ്. അമ്മ വയ്യാതെ കിടക്കുന്ന വീട്ടിലേക്ക് ഇവൻ്റെ കാമുകിയെ ആദ്യം വിളിച്ചു വരുത്തി കസേരയിലെത്തി അടിച്ചു കൊല്ലുന്നു. അതിനുശേഷം പിന്നെ പോകുന്നു. സഹോദരനെ വിളിച്ചുകൊണ്ടിരുന്നു, കൊല്ലുന്നു. അതിനുശേഷം അതിനുശേഷം അവസാന കൊലപാതകം എന്ന് പറഞ്ഞാൽ 2 ശവശരീരങ്ങൾ അമ്മ വയ്യാതെ കിടക്കുന്ന ആ വീട്ടിൽ അവൻ നന്നായി കുളിച്ച് എവിടെയോ കല്യാണത്തിന് പോകാൻ അമ്മ അയൺ ചെയ്ത് വെച്ച ഷർട്ടൊക്കെ ഇട്ട് പെർഫ്യൂം അടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി അതിനുള്ള കൂട്ടുകാരനെ കാണുന്നുണ്ട്. കൂട്ടുകാരനോട് പറയുന്നു മച്ചാ എന്നൊക്കെ പറഞ്ഞ് വളരെ ജോളിയായി ഇപ്പോൾ വരാം എന്ന് ജോളിയായി സംസാരിച്ച് ആ പോലീസ് സ്റ്റേഷനിൽ പോയി സാർ ഞാൻ 6 കൊലപാതകം നടത്തി എന്ന് പറഞ്ഞ് വളരെ കൂളായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇവൻ മനുഷ്യനാണോ വേറെ വല്ലോ ആണോ ശ്രീ സന്ദീപ്?
യഥാർത്ഥത്തിൽ മനുഷ്യരെല്ലാം തന്നെ മൃഗങ്ങളുടെ വേറൊരു രൂപമാണല്ലോ. നമുക്ക് മനുഷ്യർക്ക് ഉണ്ടാകുന്ന പ്രത്യേകതകൾ എന്ന് പറയുന്നത് വിവേചന ബുദ്ധി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിവിലൈസ്ഡ് ആയിട്ടുള്ള തോട്ട്സ്, ഇതൊക്കെയാണല്ലോ. പക്ഷെ ഇവിടെ നമുക്ക് നോക്കിക്കാണാനായിട്ട് കഴിയുന്നത് ഇദ്ദേഹത്തിന് മൈൽഡ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറും അതുപോലെ തന്നെ ഡ്യുവൽ ഡയഗ്നോസിസ് എന്ന് പറയും, ഒപ്പം തന്നെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു രീതിക്കും. അതായത് ഇദ്ദേഹം എന്താ പറയുക, മെഡിക്കേഷൻ എന്ന പോലെ തന്നെ ഈ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുക, ഇദ്ദേഹം എന്നല്ല, അത് ആരുപയോഗിച്ചാലും. അപ്പം മൈൽഡ് ആൻറ്റി സോഷ്യൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ അവരുടെ മൂഡ് ചില സമയങ്ങളിൽ മൂഡ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ മൂഡ് ചേഞ്ചസ് എന്താ പറയുക, ബാലൻസ് ചെയ്ത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഡ്രഗ്സൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഒരു യൂഫോറിക് എഫക്റ്റ് കിട്ടും. ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിൻ്റെ പരിധി വിട്ട് പോകുമ്പോൾ ഈ യൂഫോറിക് എഫക്റ്റ് നിരന്തരമായി കിട്ടണമെന്ന് ശരീരം ആഗ്രഹിക്കുമ്പോൾ ഡോപ്പോമിൻ, സെറോട്ടോണിൻ എന്നുള്ള അളവ് ശരീരത്തിൽ നമ്മുടെ ബ്രെയിനിൽ ഒക്കെ മാറി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾക്ക് യൂഫോറിക് എഫക്റ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ യൂഫോറിയ നമ്മൾ ആസ്വദിക്കുന്നത്. അത് ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളില്ലാതെ വരുമ്പോൾ ആ ഒരു ശരീരം ആൻറ്റി സോഷ്യൽ അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി സ്വഭാവം കൂടെയുള്ള വ്യക്തികൾക്ക് അവർ എന്തും ചെയ്യും. ആ ഒരു പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ ദുരൂഹത വർദ്ധിപ്പിച്ച് കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നതാണ്. കൊലപാതകത്തിന് തൊട്ടു മുൻപുള്ള അഫ്സാന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പാവം കുഞ്ഞു പയ്യനാണവൻ. ദാണ്ട് വെഞ്ഞാറമൂട്ടിലെ സഹറൽ മന്തി എന്ന കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങാൻ എത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ. വൈകിട്ട് 4 മണിക്ക് അഫ്സാൻ ഹോട്ടലിൽ ഓട്ടോറിക്ഷയിൽ ഭക്ഷണം വാങ്ങാൻ അവിടെ എത്തി. ഭക്ഷണം വാങ്ങിയ ശേഷം അരമണിക്കൂറോളം ഈ പാവം പയ്യൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ശേഷം റോഡ് മുറിച്ച് കടന്ന് വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് നടന്നുപോയി. അഫാൻ പേരുമല ജംഗ്ഷനിൽ നിന്ന് അഫ്സാനെ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടു എന്നാണ് മനസ്സിലായത്. അരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു. അഫാൻ പേരുമല ജംഗ്ഷനിൽ നിന്നും അഫ്സാനെ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടു. അതായത് സഹോദരനെ ബോധപൂർവ്വം വീട്ടിൽ നിന്ന് മാറ്റിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ പെൺസുഹൃത്തിനെ കൊലപ്പെടുത്താനായിട്ടാവണം സഹോദരനെ വീട്ടിൽ നിന്ന് മാറ്റിയത്. കാര്യം അരമണിക്കൂറോളം അനിയൻ അവിടെ ഈ പറയുന്ന കുഴിമന്തിക്കടയിൽ വെയിറ്റ് ചെയ്യുകയാണ്. അരമണിക്കൂർ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ട ശേഷം അഫാൻ അവിടെ ഇല്ല. ഈ അരമണിക്കൂർ സമയമായിരിക്കണം അവൻ്റെ കാമുകിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ആ കാമുകിയുടെ ചിത്രം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു കസേരയിലിരിക്കുന്ന നിലയിലാണ്. കസേരയിൽ ഇരുത്തി ഒറ്റ അടിക്ക് കൊന്നു എന്ന് വേണം അത് ആ ദൃശ്യം കാണുമ്പോൾ മനസ്സിലാക്കാൻ. അത്രത്തോളം വല്ലാത്തൊരു ചിത്രമാണ്. രാവിലെ മുതൽ നമ്മുടെ ചില ഗ്രൂപ്പുകളിൽ ആ ചിത്രങ്ങൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണിക്കാൻ നിർവാഹമില്ല. അത്രത്തോളം ബ്രൂട്ടലാണ് ഓരോ ചിത്രങ്ങളും. ഷഫീദ് റാവത്ത് ചേരുന്നു. ഷഫീദ്, ഈ നിൽക്കുന്നത് അഫ്സാനാണ് അല്ലേ? അരമണിക്കൂറോളം ഈ കടയിൽ അവൻ നിൽക്കുന്നുണ്ട് മരണത്തിന് തൊട്ട് മുമ്പ്. പാവം. ഡോക്ടർ സന്ദീപ്, ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത്, ഡോക്ടർ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഈ ബോർഡർ ലൈൻ ഡിസോർഡറിനെ പറ്റിയോ മനോരോഗത്തെ പറ്റിയോ ഒക്കെയാണ്. നോക്കൂ, ഇതും ഒരു പ്ലാനിങ് ആണെന്ന് ഷഫീദ് പറയുകയാണ്. കാര്യം അവനെ അവിടെ കാത്തു നിൽക്കുന്ന സമയം കൊണ്ട് അവൻ്റെ വീട്ടിൽ അവൻ്റെ കാമുകിയെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ സമയം നോക്കുമ്പോൾ രാവിലെ 10:30 അമ്മയെ ഈ കഴുത്തിൽ ഷാള് കുരുക്കി നിലത്തടിക്കുന്നു. ഒരുപാട് ചോര പോകുന്നു. മരിച്ചു എന്നവൻ ഉറപ്പിച്ചു. 1:15 മുത്തശ്ശി സൽമാബിയെ കൊല്ലുന്നു. 3 മണിക്കും ആ സമയത്ത് പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയും ചുള്ളാളത്തെ വീട്ടിലെത്തി കൊലപ്പെടുന്നു. നല്ല ദൂരം അവിടെയുണ്ട്. അതിനുശേഷം ബാക്ക് ടു വീട്ടിലോട്ടെത്തുന്നുണ്ട്. 4 മണിക്ക് കാമുകിയെ വിളിച്ചു വരുത്തി കൊല്ലുന്നു. അതിനുശേഷം ഇവൻ ഈ പാവം പിടിച്ചവൻ കുഴിമന്തി വാങ്ങി വീട്ടിൽ പോകും, അവനെയും കൊല്ലുന്നു. ഇത് കൃത്യം വളരെ പ്ലാനിങ് ആണ്. വളരെ ഒരു ഓറിയന്റേഷൻ പ്രശ്നമില്ലാതെ, ഒരു ചിന്താ പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ വളരെ പട്ടിക വെച്ച് പ്ലാൻ ചെയ്ത പോലെ കൊലപാതകങ്ങൾ പൂർത്തിയാക്കി, അവൻ്റെ മിഷൻ പൂർത്തിയാക്കി. സ്റ്റേഷനിൽ പോയി 6 പേരെ കൊന്നു എന്ന് പറഞ്ഞു. അമ്മ മരിച്ചു എന്നാണ് അവൻ ധരിച്ചത്. അമ്മ മരിച്ചിരുന്നില്ല. ഇങ്ങനെ മനോരോഗികളുണ്ടാവുമോ ഡോക്ടർ സന്ദീപ്? അതായത് ഹലോ, കേൾക്കാവോ? കേൾക്കാം. ഹലോ, കേൾക്കാം സന്ദീപ്. ഓക്കെ. അതായത് ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു ഡിസോർഡർ ആണോ, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് തന്നെയാണോ എന്നുള്ളതൊരു, അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഒരു ഡെവലപ്മെൻറ്റ് തന്നെയാണോ എന്നുള്ള ഒരു തർക്കം നിൽക്കുന്നുണ്ട്. ഈ തരത്തിലുള്ള ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ വളരെ പ്ലാൻഡ് ആയിട്ട് തന്നെ, അവർ വളരെ ഇൻ്റലക്ച്വൽസ് തന്നെയായിരിക്കും. ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആൾക്കാരെക്കാളും മിടുക്കരായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ക്രിമിനൽസ്. അവർക്ക് ഈ മനോരോഗത്തിൻ്റെ ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു അസുഖമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിയമത്തിൻ്റെ മുൻപിലൊന്നും രക്ഷപ്പെടാനായിട്ടുള്ള ഒരു അവസരം കൊടുത്തുകൂടാ. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ സ്കിസോഫ്രീനിയ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ബാധിച്ചിട്ടുള്ള ആൾക്കാർ അവർ ഇത്തരത്തിൽ പ്ലാൻഡ് ആയിരിക്കില്ല. അവർക്ക് ഇത്തരത്തിലുള്ള തെളിവുകൾ നശിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള അറിവോ
ശിക്ഷകളെക്കുറിച്ചുള്ള ബോധം ഒന്നും ആയിരിക്കില്ല. അവർ റിയാലിറ്റിയിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും ശരിക്കും മനോരോഗികൾ. ഇത്തരത്തിലുള്ള ആൾക്കാർ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ പോലുള്ള ആൾക്കാർ അവർ ശരിക്കും മനോരോഗികൾ എന്നുള്ള പട്ടികയിൽ പെടുത്താൻ പറ്റില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ഈ ചെറിയ മൈൽഡായിട്ടുള്ള ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറും ഒപ്പം തന്നെയുള്ള ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന രീതിയും, അതായത് സ്വയം ചികിത്സ നടത്തുക, ഏത് സന്തോഷം കണ്ടെത്തുന്നതിന് ഡ്രഗ്സാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ ഒരു ക്രിമിനോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് ഉണ്ട് എന്നുള്ളതിൽ തന്നെ ഈ ഒരു വ്യക്തിയിൽ മാത്രം നിന്ന് ചർച്ച ചെയ്യാനോ ഈ ഒരു കേസിൻ്റെ കുറിച്ച് മാത്രം കുറച്ചുകൂടി വിശാലമായി പോവുകയും ഞാൻ അങ്ങനെയൊക്കെ എത്താം ഡോക്ടർ. ശ്രീ ജലീൽ അഫാന്റെ ബന്ധുവാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം ഡോക്ടർ. ശ്രീ ജലീൽ അഫാന്റെ ബന്ധുവാണ്. ശ്രീ ജലീൽ ഈ പറയുന്ന എത്രയാണെന്ന് 5 കബറടക്കങ്ങൾ കഴിഞ്ഞു വന്നിരിക്കുന്ന ഒരാളാണ്. ആ വേദന ഞാൻ മനസ്സിലാക്കുന്നു, സങ്കടം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അപ്പോഴും ഇത്രമാത്രം ബ്രൂട്ടലായ രീതിയിൽ സ്വന്തം സഹോദരന് കുഴിമന്തി വാങ്ങി ആ പാവം പിടിച്ചവൻ ചേട്ടനെ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുമായിരുന്നു. കണ്ടിരിക്കാൻ കഴിയില്ല. അല്പസമയം കൂടി കഴിഞ്ഞപ്പോൾ ആ പാവം വളർച്ച മുറ്റാത്ത പ്രായത്തിൽ അല്ലെങ്കിൽ ജീവിതം തുടങ്ങിയപ്പോൾ തന്നെ ഈ ലോകം വിട്ടുപോയോണ്ട് പാവം പിടിച്ചവനാണ്. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് നിങ്ങൾ ബന്ധുക്കൾക്ക് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ ശ്രീ ജലീൽ? ഇവൻ ഒരു മാതാവും അനുജനും ഈ പയ്യനുമായി 6 മാസത്തേക്ക് വിസിറ്റിങ്ങിന് സൗദിയിൽ പോയി. അപ്പോൾ എൻ്റെ പിതാവിന് സൗദി റിയാദിലാണ് ഈ ഫയർ പാർട്സിൻ്റെ കട ഉണ്ടായിരുന്നത്. പക്ഷെ അതെന്തോ സാമ്പത്തിക ഞെരുക്കം കൊണ്ട് അത് എന്തോ ബ്രേക്കായി. അപ്പം അവിടെ റിയാദിൽ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഇയാളെ സ്വന്തക്കാരോ കൂട്ടുകാരോ ഇയാളെ അവിടെ നിന്ന് നേരെ ദമാമിലേക്ക് കൊണ്ടുപോയി. ചിലപ്പോൾ അദ്ദേഹത്തിന് 7 വർഷത്തോളമായി അദ്ദേഹം ഗൾഫിൽ തന്നെ കഴിയുകയാണ്. അദ്ദേഹം നാട്ടിൽ വരാൻ കഴിയുന്നില്ല. ചിലപ്പം അറബിയുമായി അവിടെ പിടികൊടുത്ത് ചിലപ്പോൾ ഇനി ജയിലിലൊക്കെ ആയി തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതായിരിക്കാം എന്ന് തോന്നുന്നു. പക്ഷേ ഈ മാതാവും 2 മക്കളും കൂടി ഈ 6 മാസം അവിടെ വിസിറ്റിംഗ് വിസയിൽ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പം ആ പയ്യന് തോന്നിയിട്ടുണ്ട് എൻ്റെ വാപ്പ പഴയ രീതിയിലുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രീതിയിലേക്ക് ആയിരിക്കാം. പക്ഷേ ഇവൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഞാൻ അന്വേഷിച്ചപ്പോൾ പിതാവ് ഒഴിച്ച് മറ്റുള്ളവർക്കെല്ലാം ഈ പെൺകുട്ടിയെ ഇവനെ കൊണ്ട് വിവാഹം ചെയ്യുന്നതിന് സമ്മതമാണ്. അവർ അതിന് എതിർത്തില്ല. പക്ഷേ ഇവൻ വിചാരിച്ച് കാണും എൻ്റെ വാപ്പാടെ കയ്യിൽ സാമ്പത്തികം ഇല്ല, അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ഈ കുട്ടിയുമായി മുന്നോട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ട് സംഭവിക്കും, അതുകൊണ്ട് കരുതിക്കുട്ടി ചെയ്തതാണോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവൻ ഈ നാട്ടിൽ പേരുമല എന്ന് പറയുന്ന സ്ഥലത്ത് റോഡിൽ നിന്ന് ഒരു 100 മീറ്റർ മാറി, 100 മീറ്ററും ഇല്ല അത്രയും മാറി ഒരു വീട്ടിലാണ് ഇവൻ കഴിയുന്നത്. ഇവന് വലിയ കടമുണ്ടോ? ഇവന് വലിയ 23 വയസ്സുകാരനല്ലേ? ഇവന് വലിയ 27 ലക്ഷം രൂപ കടമുണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഉള്ളതാണോ ശ്രീ ജലീൽ? 23 വയസ്സ് 23 വയസ്സാണ് ഈ പ്രതിക്കുള്ളത്. പക്ഷെ അവൻ്റെ അനുജൻ്റെ വയസ്സ് 13 വയസ്സാണ്. പക്ഷെ ഞങ്ങളെല്ലാം സ്കൂട്ടറിലോ എന്തെങ്കിലും പോകുമ്പോൾ ഇവർ റോഡേ വരുമ്പോൾ കാണുന്നു, ചിരിക്കുന്നു, മാമ എവിടെ പോകുന്നു എന്ന് ചോദിക്കും. ആ പെൺകുട്ടി ഉൾപ്പെടെ നമ്മുടെ അടുത്ത് ചോദിക്കും. എൻ്റെ ബന്ധുവായതുകൊണ്ട് സഹോദരിയുടെ മകളാണ് ഈ പയ്യൻ്റെ ഉമ്മ. പക്ഷേ നമുക്ക് ഈ 10 വർഷം കൊണ്ട് ഈ പേരുമലയിലാണ് ഒരു പുതിയ വീട് വെച്ച് താമസിക്കുന്നത്. അല്ല, ഇവന് വലിയ കടമുണ്ടോ? വലിയ കടമുണ്ടോ? ഇവനെന്തോ ഒരു ആഡംബര ഫോൺ മേടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു വലിയ കടം വല്ലതും ഉണ്ടോ? ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഇന്ന് അന്വേഷിച്ചു. ഇന്ന് അവിടെ ഇരുന്ന് അവൻ ഇന്നലെ ഉപയോഗിച്ച ബൈക്ക്, അതിൻ്റെ നമ്പർ നമ്മൾ ഫോട്ടോ എടുത്ത് പോലീസിൽ കൊടുത്തു. അതെല്ലാം അവൻ്റെ പേരിലാണ്. അപ്പോൾ ഏതെങ്കിലും സുഹൃത്തിൻ്റെ ബൈക്കാണോ കൊണ്ടുവന്നത് എന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ആ ഫോട്ടോ എടുത്ത് സ്റ്റേഷനിൽ കൊടുത്ത് അതിൻ്റെ ഉടമസ്ഥ ആരാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അന്വേഷിച്ചു. പക്ഷേ ആ പയ്യൻ്റെ പേരിലാണ് ബൈക്ക്. പക്ഷെ അവൻ ആ നാട്ടിൽ ഒരു പയ്യനുമായി ബന്ധമില്ല. ഇനി ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടത് ഇവൻ്റെ ഫോൺ കിട്ടുകയാണെങ്കിൽ അതിനെ റേസ് ചെയ്ത് ഏതെങ്കിലും ആളുമായിട്ട് ഇവന് കമ്പനിയുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അത്യാവശ്യമായ കാര്യം. അല്ല, ഇവൻ ബന്ധുക്കളിൽ നിന്ന് വല്ലതും പണം കടം വാങ്ങിയിട്ടോ വല്ലതും ഉണ്ടോ? ഇവന് വല്ല വിദ്യാഭ്യാസ ലോണുണ്ടോ? ഞാൻ പറഞ്ഞ 25 ലക്ഷം എന്ന് കേൾക്കുന്നുണ്ട്. ആരും സത്യം അറിഞ്ഞുകൂടാ. 23 വയസ്സിൽ എങ്ങനെയാണ് സാർ 25 ലക്ഷം കടമുണ്ടോ? അല്ല, അങ്ങനെയൊന്നും നമുക്കത് തോന്നുന്നില്ല. പക്ഷേ ഇവൻ
ചിലവുണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇവൻ്റെ ബാപ്പുമ്മയുടെ കയ്യിൽ, മരണപ്പെട്ട ബാപ്പുമ്മയുടെ കയ്യിൽ നിന്ന് ഒരു മോതിരം വാങ്ങി എന്ന് പറയുന്നു. അത് വെഞ്ഞാറമൂട്ടിലെ ഏതോ ഒരു ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചു എന്നും ഇങ്ങനെ പല വ്യക്തികളുടെ ഭാഗത്തു നിന്ന് കേൾക്കുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ഇന്നലെ ആദ്യം വെട്ടിക്കൊന്ന അവൻ്റെ വാപ്പയുടെ ഉമ്മായ, അവരുടെ കഴുത്തിൽ കിടന്ന മാലയും കാണാനില്ല എന്ന് പറയുന്നു. ഇതൊന്നും നമുക്ക് ഈ വീട്ടിൽ നമുക്ക് ആരോടും ചോദിക്കാൻ ഒക്കാത്ത ഒരു സ്ഥിതിയിലാണ്. എന്ന് വെച്ചാൽ ആകെ 2 പേര്, അനിയനും ജ്യേഷ്ഠനും, മാതാവ്, ഇവരെല്ലാം ഒരാൾ മരിച്ചു, ഒരാൾ പ്രതി, ഒരാൾ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുന്നു. ആരോട് ചോദിക്കാൻ? ഇവരുടെ ഈ പെൺകുട്ടിയുടെ ഉമ്മയുടെ സഹോദരങ്ങളെല്ലാം പല സ്ഥലങ്ങളിൽ, നിലമേൽ, കൈതോട്, തട്ടത്തുമല ഈ ഭാഗങ്ങളിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ അവരെയൊക്കെ വിളിച്ചു വരുത്തിയെങ്കിലും അവർക്ക് ഇതിൻ്റെ ബാധ്യത എന്താണ് ഇവർ ഇതിനകത്തുള്ളത് എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. പുറത്ത് ഒരു വകയും നമുക്ക് അറിഞ്ഞുകൂടാ. അടുത്തൊരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുഹറ സലീം അവർ പറഞ്ഞത്, എൻ്റെ അടുത്ത് വന്ന് ചെറിയ പൈസ ചോദിക്കും, ഞാൻ കൊടുക്കും, എനിക്ക് അത് തള്ളയാണ് വന്ന് ചോദിക്കുന്നത്, കൊടുക്കും, അവർ തിരിച്ചു കൊണ്ട് തരും. അല്ലാതെ വേറെ വലിയ ബാധ്യതയൊന്നും ഞങ്ങളുടെ കയ്യിൽ അവർ ആരും ചോദിച്ചിട്ടുമില്ല, ഞങ്ങൾ കൊടുത്തിട്ടുമില്ല. എന്നാൽ നാട്ടിലത് പറയാറുമില്ല. സാമ്പത്തിക പ്രശ്നം ശരി, ഞാൻ എത്താം ജലീൽ. ജിൻഡോ ഇത് നോക്കൂ, ഇതിപ്പോ എത്രയായി? ശരി, അത് പോലീസ് കണ്ടത്. ജിൻഡോ ഇതിപ്പോ എത്രയായി? നമ്മൾ ഇവിടെ, ഞാൻ എത്താം ജലീൽ. ജിൻഡോ ഇവിടെ ഈ 2024 പൂർത്തിയായി 2025 ഞാനും നമ്മൾ അവതാരകരെല്ലാം മണിയിടുന്നതാണ് ആ രാത്രി ഷോ. ആ രാത്രി പുലർന്ന് 12 മണി കഴിയുമ്പോഴേക്കും വരുന്ന ആദ്യ വാർത്ത തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിൽ നിന്നാണ്. 15-16 വയസ്സുള്ള 2 പേർ ചേർന്ന് 30 വയസ്സുകാരനെ കുത്തിക്കൊന്നു. അവിടുന്ന് ഇങ്ങോട്ട് എത്ര കൊലപാതകങ്ങൾ നമ്മൾ കാണലാണ്. ഇതിനെന്താണ് ഒരു പരിഹാരമെന്നോ, എന്താണ് ഇതിന് കാരണമെന്നോ, എന്താണ് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റുമോ സുജിൻഡോ? ഹാഷ്മി, നമ്മുടെ കേരളത്തിൽ ഇപ്പം നമ്മളൊക്കെ കുറേ കാലം മുമ്പൊക്കെ ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ മറ്റ് പല നാടുകളിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അതിനെയൊക്കെ നമ്മൾ ആശങ്കയോടെ കാണുകയും നമ്മുടെ കേരളം കുറേ കൂടി സുരക്ഷിതമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ തൊട്ടടുത്ത് വരെ ഇത്തരത്തിലുള്ള ആളുകൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു. ഇതൊരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ പല കാരണങ്ങൾ പറയുന്നുണ്ട്. ചിലപ്പോൾ ലഹരിയായിരിക്കും കാരണമെന്ന് പറയുന്നു, സാമ്പത്തിക പ്രശ്നമായിരിക്കും എന്ന് പറയുന്നു, സാമൂഹ്യപരമായിട്ടുള്ള മറ്റ് പല കാരണങ്ങളായിരിക്കും എന്ന് പറയുന്നു. ചിലരൊക്കെ പറയുന്നു സിനിമയും മറ്റു പലത്തിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതിനൊക്കെ ഒരു പരിഹാരം വേണമല്ലോ. ഇത് നമ്മളെല്ലാവരും ഇങ്ങനെ ഓരോ കൊലപാതകം നടക്കുമ്പോഴും കൂട്ടക്കുരുതികൾ നടക്കുമ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യുകയും നമ്മളൊക്കെ അതിൽ പേടിക്കുകയും പിന്നെ അത് മറക്കുകയൊക്കെ ചെയ്യുന്നതിൽ മാത്രമല്ല, ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു സർക്കാർ സംവിധാനത്തിൽ തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാകണം. ലഹരിയുടെ വ്യാപനം അത് നിയന്ത്രിക്കണം, അത് തടസ്സപ്പെടുത്തണം. അത് ആരാണ് വ്യാപനം നടത്തുന്നതെന്ന് കണ്ടെത്തി അവിടെയാണ് കൺട്രോൾ വരുത്തേണ്ടത്. ഉപയോഗിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്നതിൽ മാത്രമല്ല കാര്യമിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ആളുകളെ മുൻകൂട്ടി കാണാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ കൗൺസിലിങ്ങും മറ്റു പല സംവിധാനങ്ങളും ഉണ്ടാകേണ്ടതാണ്. ഇവിടെ ഞാൻ ഇതിന് വേറൊരു രീതിയിലാണ് കാണുന്നത്. അല്ല ജിൻഡോ നോക്കൂ, ഇവിടെ ഈ പറയുന്ന അഫ്ഫാൻ എന്ന് പറയുന്ന പയ്യനെ പറ്റി അദ്ദേഹത്തിന്റെ ബന്ധു ജലീൽ മാത്രമല്ല, നമ്മൾ ആ നാട്ടിൽ പോയി സംസാരിക്കുന്ന സകല നാട്ടുകാരും പറയുന്നത് ഈ പയ്യൻ ഇങ്ങനെ ചെയ്യുമോ എന്ന് പറഞ്ഞാൽ, നാട്ടിലധികം ബന്ധമൊന്നുമില്ലെങ്കിലും ഇത്തരത്തിൽ അതിക്രൂര കൊലപാതകം നടത്തുന്ന ഒരു വ്യക്തിത്വമായി ആർക്കും അറിയില്ല. ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നാലും പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ച് പറയുന്നില്ല. അതിന് രക്തപരിശോധനാ ഫലമൊക്കെ വരണം. മദ്യപിക്കുമായിരുന്നു എന്ന് ഒരാഴ്ച മദ്യപിച്ചു എന്ന് പോലീസിനോട് പറഞ്ഞു എന്ന് മദ്യപിക്കുന്നവരൊക്കെ ഈ പരുവത്തിലാവുമോ? അങ്ങനെ ആരും ഇവൻ ചെയ്തു എന്ന് വിശ്വസിക്കാത്ത മട്ടിൽ നാട്ടിൽ ഒരു പഞ്ചഭാവത്താനെ പോലെ ജീവിച്ചിരുന്ന ഈ അനിയനെയും കൊണ്ട് എല്ലാ ദിവസവും സ്കൂളിൽ ബൈക്കിൽ കൊണ്ട് വിട്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നിരുന്ന ഒരുത്തൻ ഓൺ എ ഫൈൻ ഡേ 5 പേരെ അതിക്രൂരമായി അങ്ങ് കൊല്ലുകയാണ്. ഇത്തരത്തിൽ നാട്ടുകാർ നല്ലവരെന്ന് പറയുന്ന, അതിനു മുമ്പ് ക്രിമിനൽ പ്രീസഡൻസ് ഇല്ലാത്ത ആളുകൾ വെട്ടിയും കുത്തിയും കഴുത്തറത്തും കൊല്ലുന്ന വാർത്ത നമ്മൾ എത്ര കണ്ടു വന്നു. ഇപ്പം നമ്മൾ എങ്ങനെയാണ് അറിയാൻ കഴിയും നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തൻ നമ്മുടെ കഴുത്തറത്ത് കൊല്ലാൻ വരുന്നു? നമ്മൾ എങ്ങനെ അറിയാൻ പറ്റുക ജിൻഡോ? അതിന് സർക്കാരിനോ ആർക്കെന്താ ചെയ്യാൻ പറ്റുക? അല്ല, ഞാൻ പറഞ്ഞത് നാട്ടിൽ കൊലപാതകം നടക്കുമ്പോൾ എല്ലാ കൊലപാതകങ്ങളുടെയും പുറകെ നടന്ന് കൊലപാതകത്തെ തടസ്സപ്പെടുത്താൻ സർക്കാരിന് പറ്റില്ല. പക്ഷേ ഇതിലൊരു സംവിധാനം വേണമല്ലോ. ഇതിൽ ലഹരി വ്യാപനമാണെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തണം. അതിന് നമ്മൾ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മാത്രം നടത്തിയിട്ട് ബാക്കി എല്ലാവരും അത് ഉപയോഗിക്കാതിരുന്നോളും എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അതിനപ്പുറത്ത് ഇത്തരത്തിൽ കൊലപാതകം നടത്തുന്ന ആളുകൾക്ക് ഹീറോയിക് പരിവേഷം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുകയും അതിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടക്കണം. നാട്ടിലെ പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ആളുകളും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെ എൻഡോഴ്സ് ചെയ്യുകയോ മഹത്വവൽക്കരിക്കുകയോ ചെയ്യുന്ന പ്രവണതകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്,
നമുക്ക് ആളുകളെ മുഴുവൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇത്തരം 5 കൊലപാതകം നടന്നു നാട്ടിൽ, വളരെ നല്ല പയ്യനാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. യാതൊരു പരിഹാരം ഇതിനു മുമ്പ് അനുഭവങ്ങളില്ല എന്നും. നമുക്ക് നല്ലവനാവാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ അല്ല വേണ്ടത്, നന്മയുള്ള മക്കളെയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അത് മൂടി വയ്ക്കുകയാണ്. നാട്ടിലെ ജനപ്രതിനിധികളായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ പോലും സ്വന്തം മക്കൾ പോലും ലഹരി കേസിലോ ക്രിമിനൽ കേസിലോ പെടുമ്പോൾ സംരക്ഷിക്കാനും കേസെടുക്കുന്ന ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്യാനും ശിക്ഷിക്കാനുമാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ നമ്മളുമായിട്ട് അത്രയും പേഴ്സണൽ കണക്ഷൻ കീപ്പ് ചെയ്യാനായിട്ട് മാതാപിതാക്കൾക്കും കൂടി സാധിക്കേണ്ടതാണ്, ബന്ധുമിത്രാദികൾക്കും സാധിക്കേണ്ടതാണ്. ഒരു സൗഹൃദം പ്രത്യേകിച്ച് ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു കുഴപ്പമാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. കുട്ടികളെ മറ്റു കൂട്ടുകാരുമായിട്ട് ഇടപഴകാൻ സമ്മതിക്കാതെ അല്ലെങ്കിൽ കുടുംബമായിട്ട് അത്തരത്തിൽ ഇടപെടൽ ഇല്ലാതെ വരുന്നുണ്ടെങ്കിൽ അതൊരു കുഴപ്പമാണെന്ന് നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ നാട്ടിലെ ആളുകൾക്കും മനസ്സിലാക്കേണ്ടതാണ്. സിയാസ്കർ, ഇവിടെ ഓരോ കൊലപാതകം ഉണ്ടാകുമ്പോഴും നമ്മൾ ചർച്ച നടത്തുന്നു. സർക്കാർ പറയും അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്, അതിനുശേഷം പോലീസ് പിടിച്ചു, അന്വേഷണം ശരിയായ വഴിക്ക് നീങ്ങും എന്ന് നമ്മൾ ഓരോരോ കൊലപാതകത്തിനിടയിലും കാണുന്നുണ്ട്. ഒരു സർക്കാർ മാത്രം ഈ ലഹരിയെ തടയുന്നതിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന ആരോപണമില്ല. പക്ഷേ ഈ നാട്ടിൽ ഈ കഴിഞ്ഞ കാലത്തെ കൊലപാതകങ്ങൾ കണ്ടാൽ നമുക്ക് തലപെരുത്തു പോകുന്ന മട്ടിൽ അങ്ങേയറ്റം കുറ്റകൃത്യങ്ങളുടെ വർധനമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇന്നലെ ഏതോ പോലീസ് യോഗത്തിൽ നാട്ടിൽ കൊലപാതകങ്ങൾ കുറവാണ് എന്നാരോ വിലയിരുത്തുന്നുണ്ട് കേട്ടു. വ്യാജമാണ്, കൊലപാതക പെരുക്കം നമ്മൾ കാണുന്നുണ്ട്. ആത്യന്തികമായി ഒരു സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പാക്കേണ്ടത്, ഒരു പൗരൻ്റെ ജീവൻ ഉറപ്പാക്കേണ്ടത് ആത്യന്തികമായ ആരാണ്? ഭരണകൂടമാണ്, സർക്കാരാണ്. ഈ സർക്കാർ കൃത്യമായി പറയണ്ടേ ഈ നാടിന് പറ്റുന്നത് എന്താണ് എന്ന കാര്യം കൃത്യമായി പഠിച്ചു പറയണ്ടേ ശ്രീഭാസ്കർ? ഇതില് സംസ്ഥാന സർക്കാരിനെ മാത്രം നമുക്ക് ഇക്കാര്യത്തിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സാമൂഹികമായിട്ടുള്ള ഒരു വലിയ വിപത്ത് തന്നെയാണ് നിലവിൽ നാം ഇപ്പോൾ കണ്ടുവരുന്ന ഈ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങളുടെ എണ്ണം കൊണ്ട് കാണേണ്ടത്. ഒന്നാമത് നേരത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോ ഈ കുടുംബങ്ങൾക്കുള്ളിൽ പോലും മുറികൾക്കുള്ളിൽ പോലും കൊലപാതകങ്ങൾ അരങ്ങേറുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ അഫാൻ നടത്തിയിട്ടുള്ള കൊലപാതകം എന്ന് പറയുന്നത് പാങ്ങോടും ചുള്ളിമാനൂരും പേരുമലയും വെഞ്ഞാറമൂടുമായി ഇങ്ങനെ മണിക്കൂറുകൾ നീണ്ടൊരു കൊലപാതകം സ്വാഭാവികമായും കേട്ടുകേൾവി പോലുമില്ലാത്തതും നിയമചരിത്രത്തിൽ പരിശോധിച്ചാൽ അങ്ങനെ കാണാത്തതുമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു കൊലപാതകം ഒരുപക്ഷെ 1-2 പേരെ ഒരുമിച്ച് കൊലപാതകം ചെയ്യുന്നതിന് ഒരു കുറ്റകൃത്യം നടക്കുന്നതിന് ഒരു കുറ്റവാളിക്ക് ചെയ്യാൻ കഴിയുമായിരിക്കും. പക്ഷെ തുടർച്ചയായി ഇങ്ങനെ കൊലപാതകം ചെയ്തു പോകുന്ന മാനസികാവസ്ഥ എന്ന് പറയുന്നത് അത് 2 കാരണങ്ങളാണ്. ഒന്നുകിൽ അഫാന് മാനസികമായി ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളും മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബോർഡർ ലൈൻ ഡിസോർഡേഴ്സ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. മറ്റൊന്ന് സ്വാഭാവികമായും അത് വരാനുള്ള സാഹചര്യങ്ങൾ നാം കാണേണ്ടത് ബോർഡർ ലൈൻ ആണെങ്കിലും ലഹരി ആണെങ്കിലും എന്താണെങ്കിലും ഇത് ആവർത്തിക്കുകയാണെന്നേ. അമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്ന, അച്ഛനെ കഴുത്തറുത്ത് കൊല്ലുന്ന, ഇവിടെ പറവൂരിലൊരു വീട്ടിൽ കയറി 3 പേരെ നിഷ്ഠൂരം വെട്ടിക്കൊല്ലുന്ന, ജയിലിൽ ജാമ്യത്തിലിറങ്ങി അടുത്ത ആളെ ബന്ധുവിനെ വെട്ടിക്കൊല്ലുന്ന, ഇനിയൊരാളെ വെട്ടിക്കൊല്ലാനുണ്ട്, അയ്യോ അത് പറ്റിയില്ല ഒന്ന് സങ്കടപ്പെടുന്ന ഈ സംഭവങ്ങൾ ആവർത്തിക്കുകയല്ലേ. എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയാൽ നമ്മളെ ഒരുത്തം ഒന്ന് വെട്ടിക്കൊല്ലലിൽ നിന്ന് എന്തുറപ്പ്? ആ ഉറപ്പ് കൊടുക്കേണ്ടത് സർക്കാരല്ലേ? സർക്കാരിന് അതിന് കഴിയുന്നുണ്ടോ? എൻ്റെ ചോദ്യം ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയില്ല, ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നാട്ടിൽ ഇത് ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആത്യന്തികമായി പറയേണ്ടത് സർക്കാരല്ലേ ശ്രീ ഹസ്കർ? അത് പഠനം നടത്തിയാണെങ്കിലും ഏത് വഴിക്കാണെങ്കിലും അത് പറയേണ്ടത് സർക്കാരല്ലേ? നിശ്ചയമായും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പഠനം നടത്തേണ്ടതിന്റെ ആവശ്യകത ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. ഇപ്പൊ നമുക്കറിയാം, കുടുംബങ്ങൾക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള ശിഥിലീകരണമായിട്ടുള്ള അവസ്ഥയിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വാഭാവികമായും പാരന്റിങ്ങിന്റെ പുതിയ പാഠങ്ങൾ രക്ഷകർത്താക്കൾ പഠിക്കേണ്ടതിന്റെ ഒരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല നാം എപ്പോഴും വളരെ കൗതുകത്തോടു കൂടി കാണുന്നത് തന്റെ മക്കളൊക്കെ ഗെയിംസിന് അടിമയായി അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ഗെയിമുകൾ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ സംശയിക്കുന്നത് അഫാൻ ഒരുപക്ഷെ ഗെയിമുകളുടെ ഏതെങ്കിലും ഓൺലൈൻ ഗെയിമുകളുടെ അടിമ കൂടിയായിരുന്നിരിക്കണം. സ്വാഭാവികമായും അതിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരം ഒരു കൊലപാതകം നടത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് അഫാൻ മാനസികമായി എത്തിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് കരുതാൻ. അത് താങ്കൾ പറയുന്നത് കാര്യം എന്താ അറിയോ? ഈ അഫാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു ഓട്ടോയിലാണ്. ഓട്ടോക്കാരനോട് പറയുന്നത് അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുവിടാനാണ്. കാര്യം ഈ ഓട്ടോക്കാരനെ അഫാന് നേരത്തെ അറിയാം. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ പറഞ്ഞ് എന്താണ് കാര്യം ചോദിക്കും. അപ്പം ഈ വർക്ക്ഷോപ്പിനടുത്താണ് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഓട്ടോക്കാരൻ പറയുന്നത് ഓട്ടോയിൽ കയറിയ അഫാൻ വളരെ പ്രസാദവാനായി കാണപ്പെട്ടു, അവൻ ഫോണിൽ കുത്തി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഓട്ടോ ഡ്രൈവർ പറയുന്നത്. അപ്പോൾ ആ സമയം അവസാന നിമിഷം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കീഴടങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇവൻ ഫോണിൽ കുത്തി കളിച്ചുകൊണ്ടിരുന്ന എന്താണ്, ഫോണിൽ കളിച്ച് എന്താണ്, ഇനി വല്ല ഗെയിമിൻ്റെ ഭാഗമായിട്ടാണോ 5 കൊലപാതകങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണം. ശ്രീ ഹരിദാസ്, ഇവിടെ ആദ്യം സ്റ്റേഷനിൽ പോയി ഞാൻ 6 കൊലപാതകം നടത്തി എന്ന് അഫാൻ പറയുമ്പോൾ പോലീസുകാർ വിശ്വസിച്ചില്ല. അതിന് കാരണം എന്താണ്?
ചുളിയാത്ത, ഒരു ബട്ടൺ പോലും പൊട്ടാത്ത നല്ല വസ്ത്രം, നല്ല പാൻറ് അടക്കം പെർഫ്യൂമൊക്കെ അടിച്ച് ഒരു സുന്ദര കുട്ടപ്പനായി കുളിച്ച് വൃത്തിയായി പോകുന്ന ഒരാൾ പറയുകയാണ് ഞാൻ 6 കൊലപാതകം നടത്തി. പോലീസ് ആദ്യം വിചാരിച്ചു വല്ല കഞ്ചാവോ അല്ല MDMA ആണ് എന്ന് വിചാരിച്ചു. ശ്രീ ഹരിദാസ്, രാവിലെ 10:30 തുടങ്ങിയ കൊലപാതകം 1, 2, 3, 4, 5 എന്നിങ്ങനെ വൈകിട്ട് 4:30 പൂർത്തിയായി. അത് ആ കൃത്യം പൂർത്തിയാക്കി വീട് പൂട്ടി ഇറങ്ങി അഫാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുമ്പോഴല്ലാതെ ഈ വിവരം ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഒരു ഒന്നല്ല 3 വീടുകളാണ് കൊലപാതകം. 3 വീട്ടുകളിൽ ഏതെങ്കിലും അയൽക്കാരോ ആരെങ്കിലുമോ ഇത് അറിഞ്ഞിട്ടേ ഇല്ല. എന്തോ പ്രശ്നമില്ലേ അവിടെ തന്നെ ശ്രീ ഹരിദാസ്? ഇതൊരു വെൽ പ്ലാൻഡ് ഓപ്പറേഷൻ, അതായത് ഇവൻ വളരെ മുൻകൂട്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് കൊണ്ട് നടത്തിയിട്ടുള്ളൊരു കൊലപാതക പരമ്പരയാണ് ഹാഷ്മി. അല്ലാതെ ഇത് പെട്ടെന്നൊരു നമ്മൾ പറയില്ലേ പെട്ടെന്നൊരു ആവേശം കൊണ്ട് നടത്തിയിട്ടുള്ള കൊലപാതകമൊന്നുമല്ല ഇത്. അതിൽ നമ്മളിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജീവിക്കാൻ അങ്ങേയറ്റം ഭയപ്പെടേണ്ട ഒരു നാടായിട്ട് കേരളം മാറി എന്നുള്ളത് മനസ്സിലാക്കണം. ജനുവരി 1-ാം തീയതി തൊട്ടിട്ട് ഫെബ്രുവരി 25 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം മരിച്ച മുഴുവൻ പേരുടെ കണക്കല്ല, 15 പേര് അതിക്രൂരമായിട്ട് അങ്ങേയറ്റം ക്രൂരമായി കൊല്ലപ്പെടുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയെങ്കിൽ നമ്മുടെ ഈ നാടിനെയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്, സാംസ്കാരികമായി വളരെയേറെ മുന്നേറിയ നാട്, പ്രബുദ്ധ കേരളം, 100% സാക്ഷരതയുള്ള കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷിപ്പിക്കുന്നതെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. കാരണം ഗ്രീഷ്മ കഷായം കൊടുത്തിട്ട് നിത്യശല്യക്കാരനായ കാമുകനെ കൊന്നതിൽ തെറ്റില്ലെന്ന് ഒരു പ്രമുഖ സാഹിത്യകാരി പറഞ്ഞ നാടാണ് കേരളമെന്ന് ഹാഷ്മി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ശാരദക്കുട്ടി എന്ന് പറയുന്ന ഒരു മാതൃഭൂമിയിൽ ലേഖനം എഴുതിയത്, എനിക്കെൻ്റെ മൊബൈൽ തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പുറത്തിറങ്ങിയാൽ കൊല്ലുമെന്ന് ഒരു 15-കാരൻ ഒരു പ്രധാന അധ്യാപകനെ നോക്കി പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന നിലയ്ക്കാണ് അവർ മാതൃഭൂമിയിൽ ലേഖനം എഴുതിയിരിക്കുന്നത്. SFIക്കാരോട് മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? തൻ്റെ വിദ്യാർത്ഥി സംഘടനയിലുള്ളവരോട് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുക, അതിന് പുറമേ നിന്ന് വലതുപക്ഷ മാധ്യമങ്ങളുടെ വിമർശനത്തെ നിങ്ങൾ വിലവെക്കേണ്ട എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള നാടാണിത്. അപ്പം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമുക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ ശരീരത്തിലേക്ക് ഏത് സമയത്തും ആഴ്ന്നിറങ്ങാവുന്ന ഒരു ആയുധം നമുക്ക് പുറകിലുണ്ട് എന്ന നിലയിലേക്ക് ജീവിക്കേണ്ടി വന്നത്, അത് ഇത്തരത്തിലുള്ള മയക്കുമരുന്നിൻ്റെ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ അമിത ഉപയോഗം കൊണ്ടാണെങ്കിൽ അതിൻ്റെ വിരൽ നേരെ ചെന്ന് നിൽക്കുന്നത് സർക്കാരിലേക്കാണ്. കാരണം കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ അങ്ങേയറ്റം മോശമായ നിലയിൽ കേരളം ഈ ഡ്രഗ്സിൻ്റെ ഒരു ഹബ്ബായിട്ട് മാറി. ഇവിടെ നിന്നാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇതിൻ്റെ വിതരണം പോകുന്നത് എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയെങ്കിൽ അഫാൻ ചെയ്തിരിക്കുന്നത് ഈ മയക്കുമരുന്നിൻ്റെ ഒരു മാസ്മര ലഹരിയിലാണെങ്കിൽ അതിന് ഉത്തരവാദി സർക്കാരാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ വെൽ പ്ലാൻഡായിട്ട് 2-3 ദിവസം മാനസികമായിട്ടുള്ള റിഹേഴ്സൽ നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കൊലപാതക പരമ്പരയ്ക്ക് ഇവൻ തയ്യാറായിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നാളെ ചെന്താമരയെയും നമ്മുടെ പറവൂരെ 3 പേരെ കൊന്ന് 4-ാമത്തെ ആൾ ജീവനോടെ രക്ഷപ്പെട്ടതിൽ പരിതപിക്കുന്ന നമ്മുടെ ഋതുവിനെയും ന്യായീകരിക്കാനും ഒരു വിഭാഗം തയ്യാറാകുന്ന നിലയിലേക്ക് കേരളം മാറിയെന്ന് മനസ്സിലാക്കണം. അമ്മയെ കൊന്ന മകൻ എന്താണ് താമരശ്ശേരിയിൽ പറഞ്ഞത്? എന്നെപ്പോലൊരുത്തനെ ജനിപ്പിക്കാനുണ്ടായ സാഹചര്യത്തിൽ എനിക്ക് നൽകാവുന്ന ശിക്ഷയാണ് ഞാൻ അവർക്ക് നൽകിയെന്നാണ് ആഷിഖ അഷ്റഫ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളം ഇത്രത്തോളം രൂക്ഷമായ വിധത്തിൽ ഈ കൊലപാതക പരമ്പരകളുടെ ഒരു നാടായിട്ട് മാറിയിരിക്കുന്നത്? ഇപ്പം ജോളിയിൽ നിന്ന് നമ്മൾ ഗ്രീഷ്മയിലൂടെ ഇപ്പം അഫാനിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഭയവിഹുലരാവാതെ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ജീവൻ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള സർക്കാർ ഈ കാര്യത്തിൽ പഠനം നടത്തിയത് കൊണ്ടൊന്നും ആയില്ല. ഇവിടെ ഒരുപാട് പഠനങ്ങൾ ഈ സർക്കാർ നടത്തിയിട്ടുണ്ട്, ഒരുപാട് അന്വേഷണ കമ്മീഷനുകളെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം പൊടി പിടിച്ച് സെക്രട്ടേറിയറ്റിൽ എവിടെയെങ്കിലും കിടക്കാനല്ല, പഠനം നടത്തണം. ആ പഠനത്തിലൂടെ നമ്മുടെ യുവാക്കൾക്ക് പറ്റിയിട്ടുള്ളത് എന്താണ്, നമ്മുടെ യുവാക്കൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രൂരതയുള്ള മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന. ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാൾ നിങ്ങളുടെ ചാനലിൻ്റെ മുമ്പിൽ പറയുന്നത് കേട്ടു, FIR എഴുതാൻ പോലും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാഥമികമായ റിപ്പോർട്ടുകൾ എഴുതാൻ പോലും കൈ പറയ്ക്കാതെ സാധിക്കാത്ത വിധത്തിലാണ് അവൻ ആ കാമുകിയെ വകവരുത്തിയിരിക്കുന്നത്. അപ്പം ഇത്തരം ഒരു സാഹചര്യം കേരളത്തിൽ ഉടലെടുക്കാനുള്ള ഒരു എന്താണ് അതിന് കാരണമെന്ന് കണ്ടെത്തേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. സർക്കാർ തന്നെ ഇതിന് ഒരു അറുതി വരുത്താൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കുലങ്കുഷമായി ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹാഷ്മി, ജോർജ് ജോസഫ്, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഇന്ത്യയിലെ ഏറ്റവും വയലൻ്റായ ഒരു സിനിമ എന്നൊരു സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടില്ല, OTTയിൽ വന്നപ്പോൾ എന്താണ് ഇത് ഇത്ര പറയാനെന്ന് പറഞ്ഞ് കണ്ടു നോക്കി.
സത്യം സാർ എനിക്കൊരു 20 മിനിറ്റ് കണ്ടു പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അത് ആ സിനിമ തിയേറ്ററിൽ അത്രയും ആളുകൾ കണ്ടത് എങ്ങനെയാണെന്നോ അതെന്തോ 100 കോടി ക്ലബ്ബിൽ കയറിയതാണെന്ന് എങ്ങനെയാണെന്നോ എനിക്കറിയില്ല. മനുഷ്യരായി പിറന്നവർക്ക് അത് കണ്ടിരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അങ്ങേയറ്റത്തെ വയലൻസ് ആണ്, താങ്ങാൻ പറ്റാത്ത വയലൻസ് ആണ് എന്ന് പറയും മട്ടിൽ ഇവിടെ ഈ പറയുന്ന കൊല്ലപ്പെട്ട എല്ലാവരുടെയും ചിത്രങ്ങൾ ഗ്രൂപ്പിൽ കാണുമ്പോൾ അങ്ങേയറ്റം ബ്രൂട്ടലായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം അനിയനാണ്, അനിയൻ്റെ ദൃശ്യങ്ങളാണ് നേരത്തെ കണ്ടത്. ഈ കുഴിമന്തി വാങ്ങി കൊടുക്കാം എന്ന് പറഞ്ഞാൽ അവിടെ പാവം പിടിച്ചോ നിൽക്കുകയാണ്. കുഴിമന്തി വാങ്ങി അവിടെ ആ കുഴിമന്തി 2 പേർ മരിച്ചു കിടന്ന വീടിന് മുന്നിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്, കുഴിമന്തി മയണൈസും അവൻ്റെ മയണൈസ്. ശ്രീ ജോർജ് ജോസഫ്, ഈ കൊല്ലാനാണെങ്കിൽ കൊന്നാ പോരെ, ഇത്ര ക്രൂരമായി കൊല്ലണോ? അപ്പോൾ എന്തോ മറ്റ് കഥയുണ്ട് ഈ കൊലപാതകത്തിന് പിന്നിൽ ശ്രീ ജോർജ് ജോസഫ്. ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഇതൊരു വെൽ പ്ലാൻഡ് മർഡർ അല്ലേ. അയാൾക്കൊരു ദുഃഖമില്ല, കൊലപാതകം നടത്തി അതെല്ലാം കുളിച്ചതിൻ്റെ എവിഡൻസൊക്കെ നശിപ്പിച്ച് പുതിയ ഫ്രഷായിട്ടുള്ള യൂണിഫോം ഒക്കെ ഇട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ വരികയാണ്. അതിലൊരു രസം കാണുവാണ് ഇയാൾ വേറെ ലോകത്തൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് മറ്റു ചില കാര്യത്തിലേക്കൊക്കെ ഞാൻ വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ടാണ്, കാരണം ഈ മൊബൈൽ ഫോണ് നമ്മൾ വിചാരിച്ച രീതിയിലല്ല പല കുട്ടികളും കൈകാര്യം ചെയ്യുന്നത്. ആ ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞല്ലോ, ആ പോലീസ് സ്റ്റേഷനിൽ വരുന്ന വഴിക്ക് ഇയാൾ വളരെ സന്തോഷവാനായി അയാൾ ആ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുന്നെന്ന്. കാരണം അതിൻ്റെ തീർച്ചയായിട്ടും ഒരു എൻഡാണ് ഈ ഇത്രയും കൊലപാതകങ്ങൾ. അയാൾ വേറെ ലോകത്തൂടെ സഞ്ചരിക്കുകയാണ്, അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇതിൻ്റെ മോട്ടീവ് വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. കാരണം ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ഇയാളുടെ മനസ്സിൻ്റെ സഞ്ചാരം പോയിരിക്കുന്നത്. അത് വികലമായ ഒരു മനസ്സാണ്, അതിന് യാതൊരു സംശയമില്ല. മൊബൈൽ ഫോണിൽ ചില ഈ ട്രാജഡി എൻഡ് ആൾ ഇത്ര പേരെ കൊന്നിരിക്കണം, അതൊരു സാറ്റിസ്ഫാക്ഷനാണ്, അതാണ് അയാളുടെ ഗോൾ നേടുന്നത് അവിടെയാണ്. അങ്ങനെ രീതിയിലൊരു ചിന്തയുടെ അവസാനം തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുന്നത്, കാരണം ഞാൻ അതുകൊണ്ടാണ് കഴുത്തറക്കുന്ന പിതാവിൻ്റെ കഴുത്തറക്കുന്നത് അമ്മ കണ്ടു മകൻ അറക്കുന്നത്, അതിലൊരു അയാൾക്കൊരു രസം കൊണ്ട് അങ്ങനെ കൊല്ലുന്നതിലൊരു അയാൾക്കൊരു സുഖം തോന്നുന്നുണ്ട്. അത് തന്നെയാണ് അയാളുടെ ലക്ഷ്യമെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ സാഫല്യങ്ങൾ സാറ്റിസ്ഫാക്ഷനൊക്കെ അതാണെന്ന് ചിന്തിക്കുന്നു ആൾ. ഇവിടെ അത് തന്നെയാണെന്ന് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ കാര്യമായ മാനസിക തകരാറ് ഈ മൊബൈൽ ഫോണിൻ്റെ ലോകത്തുനിന്ന് നമ്മുടെ കുട്ടികൾ സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിൽ നമുക്ക് രക്ഷപ്പെടാൻ മാർഗങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നാളും ആശ്മീരുടെ അടുത്ത് പറഞ്ഞത്, നമുക്ക് പോലീസ് ആക്ടിനകത്ത് ഒരു മാറ്റം വരുത്തിയിട്ട് ഞാൻ പല പേരൻസിനെയും കാണുന്നത് ഭയമാണ് മക്കളെ. അപ്പോൾ അവരെല്ലാം ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് തീർച്ചയായിട്ടും ട്രീറ്റ് ചെയ്തെങ്കിലേ മാറ്റാൻ ഒക്കുള്ളൂ. ഇവരെ പിടിച്ചിടണം എവിടെയെങ്കിലും 10-90 ദിവസം. അതിനുള്ള സംവിധാനം സർക്കാർ ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾ ധാരാളം വീടുകളിലുണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവർ മരണത്തെ ഭയപ്പെട്ട് ഇങ്ങനെ കഴിയണം, ഏത് സമയം കൊലപാതകം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ പ്രത്യേക ട്രീറ്റ്മെൻറ്റിന് സർക്കാരിൻ്റെ താലൂക്ക് ഓഫീസിൽ എവിടെയെങ്കിലും കുറേ മുറികൾ മാറ്റിയിട്ടിട്ട് അവിടെ നിർത്തണം. 30 ദിവസമോ 90 ദിവസമോ 120 ദിവസമോ അതിന് പോലീസ് ആക്ടിൽ ഒരു പ്രത്യേക പ്രൊവിഷൻ ഉണ്ടാക്കണമെന്നാണ് ഞാൻ ആദ്യം മുതൽ പറയുന്നത്. അല്ലാതെ ഇതിനകത്തും വേറൊരു മാർഗം കാണുന്നില്ല. ധാരാളം പേരൻസിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഇതുപോലെയുള്ള ഞാൻ 3-4 പേരെ ഈ അടുത്ത കാലത്ത് കാണുകയും ചെയ്തിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എവിടെ കൊണ്ടുപോകും? സൈക്കോളജിയുടെ അടുത്ത് സൈക്കാട്രിയുടെ അടുത്ത് ട്രീറ്റ് കൊണ്ടുപോകാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലീസോ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആരെങ്കിലും കണ്ട് രഹസ്യമായിട്ട് എവിടെയെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് അവർ റെഡിയാണ്. അപ്പോൾ അതിനൊരു സംവിധാനം സർക്കാർ ഉണ്ടാക്കണം. കാരണം അത് താലൂക്ക് ഓഫീസുകളിൽ പ്രത്യേകമായിട്ട് ഇവരെ ട്രീറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം. പോലീസ് ആക്ടിനകത്ത് ചെറിയ ഒരു പ്രൊവിഷൻ അത് തന്നെ വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല നമുക്ക് എന്താ മാർഗം? അത് തന്നെ എന്താണ് നമുക്ക് മുന്നിലുള്ള വഴി എന്ന കാര്യം ഇപ്പോഴും നമുക്കറിയില്ല. അല്ല, ആത്യന്തികമായി ചെയ്യേണ്ടത് ഒരു പഠനം നടത്തുകയാണ്. എന്താണ് നമ്മുടെ ഈ പോക്ക് എങ്ങോട്ടാണ്? എന്തുകൊണ്ടാണ് 23-24 വയസ്സുള്ള കുട്ടികൾ ഇത്തരത്തിൽ ബ്രൂട്ടൽ കൊലപാതകങ്ങളുടെ വക്താക്കളായി മാറുന്നത്? മയക്കുമരുന്നാണോ? ഞാൻ നേരത്തെ പറഞ്ഞുള്ള സിനിമകളുടെ സ്വാധീനമാണോ? അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺ സ്വാധീനമാണോ? അതിനാദ്യം പഠനം നടത്തണ്ടേ? പാവ അമ്മ ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുകയാണ്. അതിൻ്റെ തലച്ചോറിലടക്കം വലിയ നീർക്കെട്ടുണ്ട്, മുഖമടക്കം വലിയ നീരുണ്ട്. ബോധം വരുമ്പോൾ ആദ്യം ചോദിച്ച് ഇളയ മകനെ പറ്റിയാണ്, അഫ്നാനെ പറ്റിയാണ് ചോദിച്ചത്. എന്തൊരു സങ്കടമാണ്. ഡോക്ടർ പി എൻ സന്ദീപ്, ഒരു 1.5 മാസം മുമ്പ് നമ്മൾ കേട്ടത് വീട്ടിൽ പോയി ചിക്കൻ കറി ചോദിച്ചു, ചിക്കൻ കറി ഇല്ല, എന്നാൽ പോയി മുട്ട മേടിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. മുട്ട മേടിച്ചു കൊടുത്ത് മുട്ടക്കറി ഉണ്ടായിക്കൊണ്ടിരുന്ന അമ്മയുടെ കയ്യിൽ നിന്ന് കറിക്കത്തി മേടിച്ചർത്ത് കൊന്നു. ആ മോന് കുറ്റബോധമില്ല. അത് കഴിഞ്ഞ് കണ്ടു ഒരു അമ്മയെ കൊന്നൊരുത്തൻ ജനിപ്പിച്ചതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ കാണുമ്പോൾ അവൻ മാധ്യമങ്ങൾക്ക് ഇങ്ങനെ ഫ്ലൈയിങ് കിസ് കൊടുക്കുകയാണ്. ഒട്ടും കുറ്റബോധമില്ല. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് അച്ഛനെ കൊന്നൊരുത്തൻ, അവന് കുറ്റബോധമില്ല. ഇന്നിപ്പോൾ 5 കൊലപാതകം, കുറ്റബോധം ലെവലേശമില്ല. ഇതെന്തുകൊണ്ടാണെന്ന് ഇങ്ങനെ ഇൻസെൻസിറ്റീവായി പോകുന്നത്? എന്ത് ഡ്രഗ് ആണെങ്കിലും എന്താണെങ്കിലും
ഡോക്ടർ സന്ദീപ്. ശരിയാണ്. അപ്പോൾ ഹാഷ്മി പറഞ്ഞ പോലെ ഒരു പരമ്പരകൾ തന്നെയാണ് നമ്മൾ വളരെ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്തൊന്നുമല്ല. ഞാൻ അത് വർഷങ്ങളായി എന്ന് പറയാൻ കാരണം നമ്മുടെ 24-ലും അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുൻപും ഇതേ ചർച്ചകളിൽ ക്രിമിനോളജി എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ വളരെ കാലമായിട്ട് സഞ്ചരിച്ചു കൊണ്ട് പോരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇതിനെ പ്രത്യേകമായിട്ട് നോക്കി കാണാനും ഈ ക്രിമിനൽസ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിമിനൽസ് അത്തരത്തിലുള്ള സ്വഭാവമുള്ളവർ, ഡ്രഗ് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നവർ, കുട്ടികൾ, ഇവരൊക്കെ ഫോം ചെയ്യാനായിട്ടുള്ള കാരണം എന്തെന്നും അല്ലെങ്കിൽ അത് നമുക്കെങ്ങനെ തടയാൻ കഴിയുമെന്നും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് ഞാൻ പഠിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എനിക്കൊരു കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത് നമ്മുടെ സർക്കാരുകൾക്ക്, ഒരു സർക്കാരിനെന്നല്ല പറയുന്നത്, ഇതൊക്കെ ലീസ്റ്റ് ബോധേഡാണ് ഇത്തരം കാര്യങ്ങൾ. അവിടെ അവർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് പകരം ക്വാണ്ടിറ്റേറ്റീവായിട്ട് ജനങ്ങൾ കാണുന്നത് ഇന്നതാണ്, അതായത് ഒരു പാലം പണിതു, വലിയൊരു കെട്ടിടം പണിതു, അല്ലെങ്കിൽ നമ്മുടെ ജനപ്രതിനിധികളുടെയോ മറ്റുള്ളവരുടെയൊക്കെ അലവൻസും ഇതും പൈസയൊക്കെ കൂട്ടി, അല്ലെങ്കിൽ മറ്റുള്ള എന്താ പറയുക, അത്തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റ് മാത്രമാണ് ഒരു ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിൽ രാഷ്ട്രീയക്കാരും സർക്കാരും ചിന്തിക്കുന്നത്. സർക്കാർ എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർ ചിന്തിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് ഇത്തരത്തിലുള്ള ഈ മേഖലകളെക്കുറിച്ചുള്ള അവബോധം തീരെയില്ല. ആ അവബോധം ഇല്ലാത്തിടത്തോളം കാലം നമ്മൾ എത്ര വർഷങ്ങളായി ഞാൻ പറയുന്നു ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു പഠനം വേണം. ക്രൈമിനെക്കുറിച്ചും ക്രിമിനാലിറ്റിയെക്കുറിച്ചും വിക്ടിമൈസേഷനെക്കുറിച്ചും റീഹാബിലിറ്റേഷൻ പോളിസികളെക്കുറിച്ചും RNR പോളിസി, ഗുഡ് ലൈഫ്സ് മോഡൽ, ഇത്തരത്തിലുള്ള ഒരുപാട് മോഡൽസ് നമുക്ക് മുൻപിലുണ്ട് ശാസ്ത്രീയമായത്. ഒരിടത്തും നമ്മളുടെ നാട്ടിൽ ഒരു ജയിൽ സിസ്റ്റത്തിലും ഇത്തരത്തിലുള്ള മോഡൽസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. ഇനി നമ്മളൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് പറയാനിറങ്ങിയാലോ പഠിപ്പിക്കാൻ ഒന്ന് ശ്രമിച്ചാലോ വളരെ പുച്ഛഭാവത്തിൽ, ഒരുപാട് അനുഭവമുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്, വളരെ പുച്ഛഭാവത്തിൽ തന്നെ ഇതിൻ്റെ എടുത്ത് കാട്ടിക്കളയും. അപ്പോൾ ഞാനൊരു വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമുക്കിതൊക്കെ ഇങ്ങനെ ഇതിനൊരു അറുതിയില്ലാതെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടു പോകാം, ചർച്ച ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും എന്നുള്ള സ്ഥിതിയാണ്. വർഷങ്ങളായിട്ടും നാളിതുവരെ ആയിട്ടും ഇത്തരത്തിലുള്ള കോഴ്സുകൾ പഠിപ്പിക്കുന്നതോ ഇത്തരത്തിലുള്ള റിസർച്ച് ചെയ്യിക്കാവുന്ന രീതിയിലുള്ളതായിട്ടുള്ളതോ ഫണ്ടുകൾ അതിന് അലോട്ട് ചെയ്തതായിട്ടുള്ളതോ ഒന്നും തന്നെ സർക്കാരിൽ നിന്ന് അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ നിയോഗിച്ചിട്ടുള്ളതായിട്ടും സർക്കാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത്, ഒരു ഭാഗത്ത് ഒരു ക്രൈം അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലൊരു വ്യക്തിക്ക് സുഖകരമായിട്ട് റോട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സ്ഥിതി നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട സർക്കാരും അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ആരാണോ മന്ത്രി അല്ലെങ്കിൽ ആരാണ് നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾ, ആഭ്യന്തരം ചെയ്യുന്ന ആൾ, നിയമം കൈകാര്യം ചെയ്യുന്ന ആൾ, അവരൊക്കെ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടം വരണം. സ്വയം ഒരു വ്യക്തിക്ക് ഞാൻ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് ലീസ്റ്റ് ബോധേഡാണ്. അത്ര ഗൗരവത്തിലെടുക്കും. ഇപ്പൊ ഇന്ന് തന്നെ 5 കൊലപാതകം ഉണ്ടായി. ഈ ദിവസം നോക്കൂ, ഈ ദിവസം ഉണ്ടായ രാഷ്ട്രീയ പ്രതികരണങ്ങൾ നോക്കൂ. ഇവിടെ ഫാസിസമാണോ നിയോ ഫാസിസമാണോ, മൂന്നാമിന്റെ ഊഴമാണോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എങ്ങനെയാണ് എന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രതികരണം അല്ലാതെ ഇതിൽ അർഹിക്കുന്ന ഗൗരവത്തിലുള്ള എന്താണ് ഭരണ നേതൃത്വത്തിന്റെ ഒറ്റ രാഷ്ട്രീയ പ്രതികരണം. അപ്പോൾ അവർ അത്ര കണക്കാക്കുന്നുള്ളൂ. അതിൽ ഞാനെത്താം. ശ്രീ ജലീൽ, ആ പിതാവിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീ ജലീൽ, ആ പിതാവിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. 10-25 വർഷമായി ജയിലിൽ കിടന്ന് മടക്കിയാണ്. ഈ കുടുംബത്തിന് വേണ്ടിയാണേ. അങ്ങനെ ഇപ്പം ഞാൻ പറയുന്നത് കച്ചവടമാകുമ്പോൾ ചിലപ്പോൾ പൊട്ടും, നഷ്ടമുണ്ടായി ഏതോ അവസ്ഥയിൽ ട്രാവൽ ബാനായി നാട്ടിലേക്ക് പോലും വരാൻ കഴിയാതെ അവിടെ കിടക്കുകയാണ് 6-7 വർഷമായി. ഈ ചെറുക്കൻ ഇത് മൊത്തം അറിയാവുന്നതാണ്. ഈ പയ്യനിക്ക് ഈ അച്ഛൻ്റെ ഈ പിതാവിൻ്റെ ഈ ദുരവസ്ഥ മൊത്തം അറിയാവുന്നതാണ്. കുടുംബത്തിന് വേണ്ടി ജീവിതം അവിടെ പൊലിച്ചതാണ്. ഒരു നിമിഷം ഒരു ആലോചന അവൻ്റെ തലയ്ക്കകത്ത് ഓടിയില്ലല്ലോ അല്ലേ? ഈ അച്ഛൻ്റെ അവസ്ഥയെപ്പറ്റി, പിതാവിൻ്റെ അവസ്ഥയെപ്പറ്റി, ഈ ചെയ്തു കൂട്ടിയാൽ ഉണ്ടാവാനിടയുള്ള ദൂരവ്യാപക പ്രത്യാഘാതങ്ങളെപ്പറ്റി ഒരു നിമിഷം അവൻ ആലോചിച്ച് ഈ പണി ചെയ്യുമോ ജലീൽ? ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല. അവൻ കഷ്ടപ്പെട്ട് ഗൾഫിൽ, റഹീം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഒരു നല്ലൊരു വീട് വെച്ചു, സന്തോഷകരമായി ജീവിച്ചു പോകുന്ന ഒരു ഫാമിലി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കണ്ടത്. കേൾക്കാം, പറഞ്ഞോളൂ. എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, ഇളയ മകനടക്കം അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളടക്കം ഉമ്മ അടക്കം എല്ലാവരും മരിച്ചു കിടക്കും. ആ പാമ്പ് പിടിച്ചവർ നാട്ടിലോട്ട് വരാൻ ഇപ്പോഴും കഴിയുന്നില്ല. എന്തൊരവസ്ഥയാണ് ശ്രീ ജലീൽ. വന്നിട്ട് എന്ത് ചെയ്യാനാ വേറെ ചോദ്യം? എങ്കിലും അതല്ല, ഒന്ന് വന്നൊരു അവസാനം ഒന്ന് കാണാൻ, ഒന്ന് കരയാൻ. കരഞ്ഞു തീർക്കായിരിക്കും അയാൾ അവിടെ നിന്ന്.
കരയാൻ. എന്തൊരവസ്ഥയാണ് ഞാൻ ചോദിക്കുക, എന്തൊരവസ്ഥയാണെന്ന് ഞാൻ ചോദിക്കുക. അവൻ ആരെങ്കിലും ഒരാളിനെ കൊന്നിട്ട് ജലീൽ പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ഒരാളിനെ കൊന്നിട്ട് അവൻ ആ വണ്ടി ഓടിച്ച് പാങ്ങോട് നിന്ന് ഈ ചുള്ളാളം എന്ന് പറയുന്ന സ്ഥലത്ത് വരാൻ തന്നെ ഒരു 10-12 കിലോമീറ്റർ ഉണ്ട്. അവൻ എന്തെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടായെങ്കിൽ ഞാൻ എൻ്റെ ബാപ്പുമ്മയെ കൊന്നു, ഇനി ഞാൻ ആരും കൊല്ലുന്ന എന്ന് അവൻ്റെ മനസ്സിൽ തോന്നിയില്ല. അവിടെ വന്ന് എൻ്റെ വലിയപ്പായും വലിയമ്മയും കൊല്ലുന്നു. ഇന്നലെ ആ വലിയപ്പായും വലിയമ്മയുടെ ശരീരം വലിയപ്പയുടെ കിടക്കുന്നത് സെറ്റിയിലാണ് ഇരിക്കുന്നത്, ഇരുന്ന് മരിച്ചാണ് ഇരുന്നത്. അവിടെ നിന്ന് നേരെ ഒരു 7 കിലോമീറ്ററുള്ള പേരുമലയിൽ വന്നാണ് അവൻ്റെ അനുജനെയും ആ പെൺസുഹൃത്തിനെയും കൊല്ലുന്നത്. പെൺസുഹൃത്ത് മുകളിലാണ് ബെഡ്റൂമിൽ ഇരിക്കുന്നത്, സഹോദരൻ ഹാളിലായിരുന്നു, ഉമ്മ ബെഡ്റൂമിലായിരുന്നു. ഉമ്മയുടെ ഒരു ഞെരുക്കം കേട്ടുകൊണ്ടാണ് ഗ്ലാസ് പൊട്ടിച്ചു. ഉമ്മയുടെ ഒരു ഞെരുക്കം കേട്ടുകൊണ്ടാണ് നാട്ടുകാർ കതക് പൊട്ടിച്ച്, പോലീസ് ഉൾപ്പെടെ പൊട്ടിച്ച് ലത്തീഫ് എന്ന് പറയുന്ന ആൾ, ഈ ലത്തീഫ് എന്ന് പറയുന്ന വല്യച്ഛൻ അത്യാവശ്യം വെൽബിൽറ്റ് ആളാണ്, പ്രായമുള്ള ആളാണെങ്കിലും അദ്ദേഹം മുൻ സൈനികൻ, അത്യാവശ്യം വെൽബിൽറ്റ് ആളാണ്. ആ കസേരയിൽ ഒന്ന് എഴുന്നേറ്റ് ഓടുക പോലും ചെയ്യാൻ കഴിയാതെ, അതെ, ആ കസേരയിൽ എഴുന്നേറ്റ് ഓടുക പോലും ചെയ്യാൻ കഴിയാതെ അങ്ങനെ ഇരിക്കുകയാണ്. ഈ പെൺകുട്ടി കസേരയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവൻ മാരക പ്രഹരത്തിൽ അവിടെ ഒന്ന് രക്ഷപ്പെടാനുള്ള പഴുതുപോലും ഇല്ലാതെ തീർത്തു കളഞ്ഞു, അങ്ങനല്ലേ ശ്രീ ജലീൽ? അതെ, എല്ലാ കുട്ടികളുടെയും, എല്ലാ കൊച്ചുപയ്യൻ്റെയും പെൺകുട്ടിയുടെയും ആ വല്യാപ്പാടെയും വല്യമ്മയുടെയും ബാപ്പുമ്മയുടെയും എല്ലാം കഴുത്തിന് മേളിലാണ് ഇവൻ അടിച്ചിരിക്കുന്നത്. ഞാനിന്ന് അവൻ്റെ അനുജൻ്റെത് മെഡിക്കൽ കോളേജിൽ, ഗോകുലം മെഡിക്കൽ കോളേജിൽ FIR ഇട്ടപ്പോൾ അത് കംപ്ലീറ്റ് തിരിച്ചും മറിച്ചും കിടത്തി ഞാൻ കണ്ടതാണ്. 2 പിരികത്തിൻ്റെയും ലെഫ്റ്റും റൈറ്റും പൊട്ടൽ, ബാക്ക് സൈഡിൽ 6 സെൻറ്റിമീറ്റർ താഴ്ചയിൽ ഹോൾ കണക്കാണ്, 2 കുഴി കണക്കാണ് അത് കണ്ടത്. അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഞാൻ 5 മൃതശരീരവും നേരിട്ട് കണ്ടവനാണ്. ആ പെൺകുട്ടിയുടെ മുഖം നമുക്ക് അറിയാൻ വയ്യാത്ത തരത്തിലാണ്, പല്ല് അടിച്ച് പറിച്ചണക്കാണ് ഇരിക്കുന്നത്, ചിറി കീറിപ്പോയി. സത്യം പറഞ്ഞാൽ ഇതേപോലെ ഒരു ക്രൂരത നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് PTA അങ്ങനെ കോളേജിലുള്ള അധ്യാപക രക്ഷാർത്ഥ സംഘടനകളോ പ്രത്യേകം ക്ലാസ് എടുത്ത് അത് മാതാപിതാക്കളെയും വിളിച്ചു വരുത്തി അവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുത്ത് ഇത്തരത്തിലൊരു സംഭവം കേരളത്തിൽ ഉണ്ടാകല്ലേ എന്നൊരു പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. ശരി, ശ്രീ ജിൻഡോ, ഞാൻ പോയ കാലത്തിൻ്റെ മഹത്വം പറയുന്നല്ലോ, പക്ഷേ എങ്കിൽ കൂടിയും ഞങ്ങളൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന കാലത്ത് കോളേജിലെ ഓരോ വിദ്യാർത്ഥിയെയും, താഴെയുള്ള സ്കൂളിലെ ഓരോ വിദ്യാർത്ഥിയെയും, നാട്ടിലെ വിദ്യാർത്ഥികളെയും ഒക്കെ വളരെ പേഴ്സണലായി, വളരെ വ്യക്തിപരമായി അവൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നേരിട്ടറിയാമായിരുന്നു. അവൻ്റെ പ്രശ്നങ്ങൾ നമ്മളിലേക്ക് എത്തുമായിരുന്നു, നമ്മൾക്ക് പരിഹരിക്കാൻ കഴിയുമായിരുന്നു. ഇവിടെ ഈ പറയുന്ന യുവജന സംഘടനകൾ എവിടെയാണ്? ഈ പറയുന്ന മതസംഘടനകൾ എവിടെയാണ്? ഈ പറയുന്ന സമുദായ സംഘടനകൾ എവിടെയാണ്? ഈ മഹല്ല് കമ്മിറ്റികൾ എന്ന് പറയുന്നുണ്ട്, ക്ഷേത്രം ഉണ്ട്, ഇടവക കൂട്ടായ്മകളുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യുകയാണ് ജിൻഡോ? ഹാഷ്മി, ഇതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ. ആദ്യം അതിലേക്ക് വരുന്നതിന് മുമ്പ്, നമ്മുടെ സംസ്ഥാനത്ത് കുറേ കാലമായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് കൊലപാതകവും ഇത്തരത്തിലുള്ള അക്രമങ്ങളും നിരന്തരമാകുമ്പോഴും യാതൊരു പഠനങ്ങളും നടത്തിയിട്ടില്ല, യാതൊരു ക്രിയാത്മക നടപടികളും സർക്കാർ സ്വീകരിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയയിലെ നിരീക്ഷണത്തിന് പോലും പോലീസിൻ്റെ സംവിധാനം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഹാഷ്മിയുടെ ചോദ്യത്തിലേക്ക് ഡയറക്റ്റ് വരാം. നമ്മുടെ മതസംഘടനകളൊക്കെ മതങ്ങളുടെ പേരിൽ കൊലപാതകം നടത്താനും കൊലവിളി നടത്താനുള്ള തിരക്കിലാണ്. അവരൊന്നും നല്ല മനുഷ്യരെ സൃഷ്ടിക്കാൻ പറ്റിയ പ്രാപ്തിയിലേക്ക് ഇതുവരെ വളർന്നിട്ടില്ല എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. പിന്നെ നമ്മുടെ സർക്കാർ സംവിധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ പോലും എനിക്ക് അറപ്പ് തോന്നുന്നുണ്ട്. കാരണം ഈ കൊലപാതക ശ്രമത്തെ, മനുഷ്യനെ കൊല്ലാൻ നോക്കുന്ന പ്രവർത്തനത്തെ മാതൃകാപരമായ പ്രവർത്തനമാണ് തുടരണമെന്ന് പറയുന്ന ഒരു ആഭ്യന്തരമന്ത്രി കേരളം ഭരിക്കുമ്പോൾ, കൊലക്കേസിലെയും കാപ്പ കേസിലെയും പ്രതികളെ മാലയിട്ട് സ്വീകരിക്കുന്ന വനിതാ ശിശുക്ഷേമ മന്ത്രി കേരളം ഭരിക്കുമ്പോൾ, ഈ കഞ്ചാവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നത് ചെറുതൊക്കെ ഒന്ന് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല എന്ന് എൻഡോഴ്സ് ചെയ്യുന്ന സാംസ്കാരിക മന്ത്രി കേരളം ഭരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നരാധമ പ്രവർത്തനത്തെ എൻഡോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥി, യുവജന, മഹിളാ കോൺഗ്രസ് മഹിളാ അസോസിയേഷൻ തുടങ്ങിയ സംഘടനകൾ കേരളത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടക്കുമെന്നേ. ധാർഷ്ട്യവും തോന്നിവാസവും അതൊരു വലിയ അലങ്കാരമായിട്ട് കൊണ്ടു കിടക്കുന്ന ആളുകൾ ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ ഇതൊക്കെ നടക്കും. ഇവിടെ സർക്കാരിന് പറഞ്ഞൊരു സംവിധാനമില്ല, പൂർണ്ണ പരാജയമാണ് സർക്കാരിൻ്റെ. ഇവിടെ കുറേ കൊള്ളക്കാരേ ഉള്ളൂ, കുറേ ആളുകൾ കൊള്ളയടിക്കുന്നു, കുറേ ഭ്രാന്തന്മാർ ആളുകളെ കൊല്ലുന്നു. മറ്റൊരു സംവിധാനം, സാധാരണ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്ന എന്ത് സംവിധാനമാണ് കേരളത്തിലുള്ളത്? നമുക്ക് ഈ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്കിൽ അറിയാതെ നമ്മളൊന്ന് ഹോൺ അടിച്ചാൽ പോലും നമ്മൾ ജീവനോടെ പിറ്റേ ദിവസം ഉണ്ടാവുന്ന എന്ത് ഉറപ്പാണുള്ളത്?
അപ്പോൾ നമ്മളുടെ ജീവന് ഒരു സംരക്ഷണം കിട്ടുന്ന സംവിധാനം കേരളത്തിലില്ല. അന്യവൽക്കരിക്കപ്പെട്ടു നമ്മുടെ സംരക്ഷണം, സുരക്ഷിതത്വം. ഇതുപോലെയുള്ള നരാധമന്മാർ വീടിനകത്തും പുറത്തുമുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? യാതൊരു പഠനങ്ങൾ നടത്തുന്നില്ല. നിരന്തര കൊലപാതകങ്ങൾ നടന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നു എന്നുള്ള പഠനം നടത്താൻ സാംസ്കാരിക വകുപ്പിനോ അല്ലെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനോ മറ്റേതെങ്കിലും വകുപ്പിനോ സാധിക്കുന്നില്ല. അങ്ങനെ പഠനങ്ങൾ നടത്തിയിട്ടുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളുടെ പുറത്ത് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒന്നുമില്ല. ക്രിയാത്മകമായിട്ടുള്ള പ്രതീക്ഷാനിർഭരമായിട്ടുള്ള ഒരു സംവിധാനങ്ങളും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനെ സർക്കാരിനെ പഴിചാരുന്നത്. നാട്ടിലെ ആളുകളെല്ലാം പരസ്പരം ഇങ്ങനെ വിലപിച്ചുകൊണ്ട് സങ്കടം പങ്കിട്ടുകൊണ്ട് മാത്രമല്ല, ഉത്തരവാദിത്വത്തോടെ നമുക്ക് സംരക്ഷണം നൽകാൻ ഉത്തരവാദിത്തം ഉള്ളത് സർക്കാർ സംവിധാനങ്ങൾക്കാണ്. അതിന് പകരം ലഹരി കേസിലുള്ള ആളുകളെ എൻഡോഴ്സ് ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് കാരണവർ കൊലക്കേസിലെ ഷെറിനെ പോലും സംരക്ഷിക്കുന്ന രീതിയിൽ ഇടപെട്ടത് കേരളത്തിന്റെ ഒരു മന്ത്രിയാണെന്ന് പറയുമ്പോൾ അവർക്ക് ഈ കൊലപാതകങ്ങൾക്ക് അനിയന്ത്രിതമായിട്ട് പരോൾ കിട്ടുന്നു. പരോളിൽ ഇറങ്ങുമ്പോൾ അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു, പാലുകാച്ചൽ നടത്തുന്നു, കല്യാണം നടത്തുന്നു. ഇതൊക്കെ ഉന്നത നേതാക്കന്മാരുടെയും സ്പീക്കറുടെയും MLA-മാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ ഇത്തരം കൊലപാതകങ്ങൾക്ക് അതൊരു ഹീറോയിക് പരിവേഷമല്ല കിട്ടുന്നത്. അപ്പോൾ സിനിമയ്ക്ക് മാത്രമാണ് കുറ്റം എന്ന് പറയുന്നു. ഒരു സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന ഒരു എഴുത്തുകാരി പറഞ്ഞത് എന്താ? വിഷം കൊടുത്ത് കാമുകനെ കൊല്ലുന്നത് മാതൃകാപരമായ പ്രവർത്തനമെന്ന, ആളുകളെ കൊല്ലാൻ നോക്കുന്ന കണ്ടിട്ട് മുഖ്യമന്ത്രി പറയുന്നത് എന്താ? മാതൃകാപരമായ പ്രവർത്തനമെന്ന. ഒരു ഉന്നതനായിട്ടുള്ള ഒരു ആളുടെ ചെവി അടിച്ച് പൊട്ടിക്കുമ്പോൾ അത് മാതൃകാപരമായ പ്രവർത്തനമാണെന്നാണ് ഒരു വിദ്യാർത്ഥി സംഘടന പറയുന്നത്. ആളുകളെ കൊല്ലാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു യുവജന സംഘടനയാണ് കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരുടെ കൂടെയുള്ളത്. അപ്പോൾ ഇതിങ്ങനെ നിരന്തരം നടക്കുമ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യും. അതിനപ്പുറത്ത് നമുക്കൊരു സുരക്ഷിതത്വമില്ല. ഇവിടെ വലിയ വികസനം ഉണ്ടെന്ന് പറയുന്നത് എന്താ? നമ്മുടെ ദേശീയപാത വികസിച്ചു അത്രേ. ദേശീയപാതകൾ നിരത്തിക്കിടത്തിയാൽ ദേശീയപാത നിറയുന്നത്ര ആളുകളെ കൊന്ന് തള്ളിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 8-8 വർഷക്കാലമായിട്ട് നിരന്തരം കൊലപാതകം നടക്കുകയല്ലേ? ലഹരി വ്യാപനം നടക്കുന്നു. സർക്കാർ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഈ ലഹരിയുടെ പേരിലോ അല്ലാതെയുമുള്ള കൊലപാതകം. ലഹരി വ്യാപനം അതിഭീകരമാണ്. അത് 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും പഠിക്കുന്ന കുട്ടികൾക്ക് വരെ പച്ചവെള്ളം കിട്ടും മട്ടിൽ സുലഭമായി കിട്ടുകയാണ്. അതിൽ കേരളം അല്ല ലഹരിയുടെ ഹബ്ബ് എന്ന് നിയമസഭയിൽ സ്ഥാപിച്ചാൽ കാര്യമില്ല. ഇച്ഛാശക്തിയോടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ മതി. ഭാസ്കർ, സർക്കാർ ഒറ്റയ്ക്ക് കഴിയില്ല, ശരിയാണ്. എല്ലാവരും കൂടി ചേർന്നാൽ മാത്രമേ നടക്കൂ. പക്ഷേ ഒരു പ്ലാൻ ഉണ്ടാക്കേണ്ടത് സർക്കാരാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് സർക്കാരാണ്. അതെടുക്കുന്നുണ്ടോ ശ്രീ ഭാസ്കർ? അശ്മി, 5 കബന്ധങ്ങൾ തലക്കേറ്റ പ്രഹരം മൂലം വീടുകൾക്കുള്ളിൽ കിടക്കുന്നു എന്ന വിവരം അറിഞ്ഞ ഇന്നലെ രാത്രി മുതൽ വിറങ്ങലിച്ചിരിക്കുന്ന മനസ്സുമായിട്ടാണ് കേരളീയ പൊതുസമൂഹം നിൽക്കുന്നത്. അതിൽ സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ കുറ്റം പറയാൻ കഴിയുമോ എന്ന അർത്ഥത്തിൽ രാഷ്ട്രീയ വിമർശനം നടത്തുന്നതിന് ജിൻഡോയെ പോലുള്ള ആളുകൾ ശ്രമിക്കുമ്പോൾ അത് ഈ സംഭവത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ്. ഇവിടുത്തെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ കൊലപാതകത്തിന് പിന്നിൽ, ഈ കൊലപാതക പരമ്പരയ്ക്ക് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ ഗെയിം പ്ലാറ്റ്ഫോമുകൾ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തത്തിലേക്കാണ്. അത് എല്ലാ വീടുകളിൽ നിന്നും തുടങ്ങേണ്ടതാണ്. നാം പുതിയൊരു പാരന്റിങ്ങിലേക്ക് പോകേണ്ട സാഹചര്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഗെയിം പ്ലാറ്റ്ഫോം, നമുക്ക് നേരത്തെ നാം കേട്ടതാണ്, കേരളത്തിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, ആത്മഹത്യയിലേക്ക് തള്ളി നിൽക്കുന്ന ഗെയിം പ്ലാറ്റ്ഫോമുകൾ കേരളത്തിൽ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന. എന്തായാലും എന്താണ് ആ കാരണമെന്ന് കണ്ടെത്തിയേ മതിയാവൂ. എന്തുകൊണ്ടാണ് ഈ വല്ലാത്ത പോക്കെന്ന് കണ്ടെത്തിയേ മതിയാവൂ. ചികിത്സയെ മതിയാവൂ. ആ ചികിത്സ വൈകുന്നിടത്തോളം ഈ ഋതുജയനും ഈ അഫ്ഫാനൊക്കെ ആവട്ടെ, അവർക്ക് സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. ചികിത്സ വൈകുകയാണെങ്കിൽ വല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകേണ്ടി വരുന്ന വല്ലാത്ത അവസ്ഥ നമുക്കുണ്ടാകും. ആ കാര്യത്തിൽ തർക്കം വേണ്ട. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.